ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്, എന്തിനൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, ഇക്കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെൽഫ് ഗ്രോത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഓൾറെഡി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്താൻ എന്തൊക്കെയാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്, എന്തൊക്കെ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് ഈ റീഡിങ്ങിലൂടെ നോക്കാം. എന്നത്തെയും പോലെ 3 ചാംസ് ആണ് നിങ്ങൾക്കുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്നെപ്പോഴും ഓർക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പം നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്, എന്തിനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ എന്തൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഗ്രൂപ്പ് 1ന്റെ അവരുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് അവരെന്താണ് റിലീസ് ചെയ്യേണ്ടത്? Clarify. The Magician. Clarify. The Five of Swords. Okay. ഈ ഫസ്റ്റ് നമുക്ക് കാണുന്ന കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എപ്പോഴും അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരുപാട് സംശയങ്ങളാണ്. ഓക്കെ, ഞാൻ ശരിക്കും ചെയ്യുന്നുണ്ടോ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, എനിക്ക് എന്താ ഒരു സൈനും കിട്ടാത്തത്, അങ്ങനെ ഒരുപാട് നിങ്ങൾ അതിനെക്കുറിച്ച് ആൻഷ്യസ് ആവുന്നു. അതായത് അത് നടക്കൂ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓവർലി കൺസേൺഡ് ആവാന്ന് പറയില്ലേ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആക്ച്വലി നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഒരു പാത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ശരിക്കും ഒരു നല്ല മാനിഫെസ്റ്റർ ആണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ അത്രമേൽ നിങ്ങൾക്കുള്ള ഒരാളാണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആണ്, വളരെ പവർഫുൾ ആണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ ഓവർ തിങ്കിങ് കാരണം ഗോ വിത്ത് ദ ഫ്ലോ, അതായത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രസന്റ് മൊമെന്റിലായിരിക്കണം. ജീവിതത്തിനെ വരുന്ന പോലെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. നമ്മളുടെ ആഗ്രഹങ്ങളിൽ അമിതമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആകാനായിട്ട് പാടില്ല. അതിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കണം. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം കൃത്യസമയത്ത് ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും എന്ന ബോധ്യത്തോടെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാൻ പറ്റണം. ഇതാണ് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യം. നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിനുള്ള പ്രൂഫുകൾ തപ്പുകയാണ്. ഓക്കെ, അത് നടക്കുന്നുണ്ടോ, സാധിക്കും, അത് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ടാരോ റീഡിങ്സ് ഒക്കെ ഇങ്ങനെ പിന്നാലെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ പ്രൂഫ്, നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ പിന്നെ കിട്ടണം. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം ഒക്കെ നിങ്ങൾ ഒരു വട്ടം കൺഫർമേഷൻ ചോദിക്കും, യൂണിവേഴ്സ് കൃത്യമായ കൺഫർമേഷൻ തരും, പക്ഷെ നിങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വിശ്വാസമില്ലായ്മ. അപ്പൊ നിങ്ങളുടെ കഴിവുകളിൽ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്കില്ലിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, യൂണിവേഴ്സിൽ നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരുപാട് ഡൗട്ട് ഒക്കെ ഉള്ള ഒരു രീതി. ഓക്കെ, അങ്ങനത്തെ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു രീതി എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ അത് സറണ്ടർ ചെയ്ത് ആ ഒരു ജീവിതത്തിന്റെ പോക്ക് എങ്ങനെയാണോ അതേ രീതിയിൽ അതിന്റെ ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ, ആ പ്രസന്റ് മൊമെന്റിലുള്ള കാര്യങ്ങളിൽ കംപ്ലീറ്റ്ലി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട ഒരു ടെൻഡൻസിയാണ്, ഒരു രീതിയാണ്, നിങ്ങളുടെ നിങ്ങളിലുള്ള ഒരു ക്യാരക്ടറാണത്. ഓക്കെ, പക്ഷെ നിങ്ങളിത് മാറ്റിയെടുക്കണം.
ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ക്യാരക്ടർ അല്ല. എസ്പെഷ്യലി ഒരു മാനിഫെസ്റ്റേഷനിലേക്കൊക്കെ വരുമ്പോൾ ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്താ പറയാ ഡിലേ ആകുന്നതിലും നിങ്ങൾ അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് കാലതാമസം ഉണ്ടാകുകയും ആ ഒരു അലൈൻമെന്റ് നടക്കുന്നതിന് വളരെയധികം എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്, ഡിലേ ഉണ്ടാവുക. കാരണം ആ അലൈൻമെന്റ് പോസിബിൾ ആവുന്നില്ല, അത് അവിടേക്ക് നിങ്ങൾ എത്തുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ മാറ്റിയെടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ടെൻഡൻസിയാണ്. ഓക്കെ, ഗ്രൂപ്പ് 1ന്റെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് അവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണ്? ക്ലാരിഫൈ ദ 6 of Pentacles. Clarify the Devil. ഓക്കെ, വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളായിരിക്കുന്ന എനർജി. ഓക്കെ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ റിലീസ് ചെയ്യേണ്ട അടുത്ത കാര്യം പറയണേ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഡേ എടുക്കുക, ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 90% നിങ്ങളുടെ തോട്ട്സ് ഏത് രീതിയിലുള്ളതാണ്? പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണോ? ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? അതിലാണോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? അതായത് ശ്രദ്ധ പോകുന്നത്, നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുകൂലമായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായി നടക്കുന്ന കാര്യങ്ങളിലാണോ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പോകുന്നത്? ഓക്കെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നോട്ട് ചെയ്യുന്നത് എന്തൊക്കെ എനിക്ക് ഫേവറായി നടക്കുന്നു എന്നുള്ളതാണോ, അതോ എന്തൊക്കെയാണ് എനിക്ക് ഫേവറായി നടക്കാത്തത് എന്നുള്ളതാണോ? ഇക്കാര്യങ്ങൾ നിങ്ങളൊന്ന് നിരീക്ഷിക്കണം. കാരണം ഇവിടെ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാല് നിങ്ങൾ കൂടുതൽ സമയവും ഒരു ഡബിൾ എനർജി, അതായത് എക്സ്ട്രീം നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഡബിൾ എനർജി എന്ന് പറയുന്നത്. ഹൈലി ലോ വൈബ്രേഷണൽ ആയിട്ടുള്ളത്. ഓക്കെ, അതായത് വളരെ വളരെ താഴെ ഒരു വൈബ്രേഷനിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്പ്രെഡ് പ്രകാരമുള്ള ഡബിൾ എനർജി. ഓക്കെ, അത് മനസ്സിലാക്കുക. ഡബിൾ കാർഡ് നെഗറ്റീവ് ആണെന്നല്ല പറയണത്, പക്ഷെ ഈ ഒരു സ്പ്രെഡിൽ വരുന്നത് ആ ഒരു കാര്യമാണ്. അപ്പോ അത് എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലായി കഴിഞ്ഞാൽ കൂടുതൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഏതിനും ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എന്തൊക്കെ ചാലഞ്ചസ് ഞാൻ ഫേസ് ചെയ്യും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എങ്ങനെയൊക്കെ കാര്യങ്ങൾ നെഗറ്റീവായി സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ച് എന്താ പറയാ ഇമാജിൻ ചെയ്യാൻ ഒരു ടെൻഡൻസി. ഓക്കെ, അല്ലെങ്കിൽ ലൈഫിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിനെയും അതിലെ പ്രശ്നം ആദ്യം കണ്ടെത്തുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇപ്പൊ ഒരു നല്ല കാര്യം സംഭവിക്കണേ അതെങ്ങനെ എന്താ പറയാ തകിടം മറിഞ്ഞ് അതിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ ഒരു ചിന്തിക്കുന്ന ടെൻഡൻസി, അത് നിങ്ങൾ ഇന്റൻഷനലി ആണ് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കടന്നു വന്ന അനുഭവങ്ങളുടെ ഭാഗമായിരിക്കാം. പക്ഷെ എപ്പോഴും എന്താണ് എനിക്ക് വർക്ക് ആവാത്തത്, എന്താണ് എനിക്ക് അനുകൂലമായി സംഭവിക്കാത്തത്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ചാലഞ്ചസ് ആയി നിൽക്കുന്നത് എന്തൊക്കെയാണ്, ഇത് മാത്രം നിങ്ങൾ എന്നും ഫോക്കസ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, കാരണം ഈ 6 of Pentacles വിത്ത് ഡബിൾ വരുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എനർജി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതും നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. മനസ്സിലായോ? അത് നമ്മുടെ യൂണിവേഴ്സ് എപ്പോഴും, ഞാൻ മിക്ക റീഡിങ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നവർക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ എപ്പോഴും യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേർക്ക് ഒരു കണ്ണാടി പിടിച്ചിട്ടാണ് നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് എനർജിയാണോ നമ്മളിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്നത് യൂണിവേഴ്സിലേക്ക്, ആ സെയിം എനർജിയാണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വേണം, നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഈ ഒരു ടെൻഡൻസി നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇവിടെ നിങ്ങളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കാനായിട്ട് യൂണിവേഴ്സിന് പറ്റില്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ചാലഞ്ചസിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെങ്കിൽ, നിങ്ങളുടെ എനർജറ്റിക്കൽ ഫ്ലക്ച്വേഷൻസ് മാറി ആ ഒരു ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ തുടർന്ന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബാലൻസ്, ഒരു ഹാർമണി നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഷിഫ്റ്റ് കൊണ്ടുവരണം. അതായത് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസസ്, കഴിഞ്ഞു പോയ കാലത്തിലെയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഇനി ഭാവിയിൽ എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നത് ഇമാജിൻ ചെയ്യുക. ഇപ്പൊ പ്രസന്റ് മൊമെന്റിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നടക്കാത്തത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടേക്കാണ് എന്താ പറയാ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ആ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തുണ്ടാവും, നിങ്ങൾ ഈ ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ ആയിക്കൊണ്ടേയിരിക്കും.
ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും 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 ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നും യൂണിവേഴ്സ് ഫേവറബിൾ അല്ല, യൂണിവേഴ്സ് ഒന്നും എനിക്ക് ചെയ്തു തരുന്നില്ല. അപ്പൊ നിങ്ങൾ ചില റീഡിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നല്ലത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നടക്കില്ല. കാരണം അത് എന്തുകൊണ്ടാണ് നടക്കാത്തത്? നിങ്ങൾ അതിനോട് അലൈൻഡ് അല്ല. ഓക്കെ, എന്തൊരു കാര്യം ഭാവിയിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നടക്കില്ല. നമ്മൾ എടുക്കുന്ന ആക്ഷൻസ്, നമ്മുടെ ചോയ്സസ്, ഓരോ മൊമെന്റിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, നമ്മൾ ഏത് എനർജിയിൽ ഫോക്കസ് ചെയ്യുന്നു, ഇതെല്ലാം ആ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഭാവിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇക്കാര്യം നടക്കില്ല. അതിങ്ങനെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ നീണ്ടു പോകും. അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ബാലൻസ്, ഒരു ഹാർമോണിയസ് എനർജി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് അനുഭവിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കണമെങ്കിൽ, ഒരു സംതൃപ്തി ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ, ഓക്കെ, ലൈഫിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നിങ്ങൾ മാറ്റിയെടുക്കണം. ഇത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അത് മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? ഇപ്പൊ ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞതാണ്. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു ദിവസം കാലത്ത് എണീറ്റപ്പോൾ തന്നെ തലേ ദിവസത്തെ നിങ്ങൾക്ക് സന്തോഷം നൽകിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. അത് നിങ്ങളോട് തന്നെ പറയാം, മനസ്സിലല്ല, ഉറക്കെ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഒരു ഭക്ഷണം നിങ്ങൾ കഴിച്ചതായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം, അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം അത്രയും രുചികരമായ ഒരു ഭക്ഷണം കഴിച്ചതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വളരെ ഒരു ചൂട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാനീയം കുടിക്കാൻ പറ്റിയിട്ടുണ്ടാവും, നല്ലൊരു കൂൾ ഡ്രിങ്ക്. ഓക്കെ, വളരെ നാച്ചുറൽ ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പൊ അത് കുടിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടാവും, അവരുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും, ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ അന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ അന്ന് ചെയ്തു തീർക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് സന്തോഷം നൽകിയ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ എണ്ണി പറയാം, നിങ്ങളോട് തന്നെ പറയാം. ഇതെന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ ഇവിടെ റീപ്രോഗ്രാം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്യുക. അപ്പൊ ബ്രെയിൻ എല്ലാ ദിവസവും എന്താണ് വർക്ക് ചെയ്യാത്തത് എന്ന് മാത്രമേ കാണിച്ചു തരുള്ളൂ. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചു തരുള്ളൂ. വേഴ്സ്റ്റ് കേസ് സിനാരിയോസിനെ കുറിച്ച് മാത്രമാണ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻസിൽ എപ്പോഴും വേഴ്സ്റ്റ് കേസ് സിനാരിയോസിനെ കുറിച്ച് മാത്രമാണ് പറയാം. അങ്ങനെ കൂടുതൽ ആൻഷ്യസ് എനർജി, ഓവർ തിങ്കിങ്, സ്ട്രെസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് മാറ്റിയെടുക്കാനാണ് ഈ ഒരു എക്സസൈസ് ഞാൻ പറയുന്നത്. ഇത് ഒന്നുകിൽ കാലത്ത് എഴുന്നേറ്റ് അപ്പൊ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ, അതായത് കിടന്നതിന് ശേഷം ഉറങ്ങി പോകുന്നതിന് മുൻപുള്ള സമയം ഉണ്ടല്ലോ, ആ സമയം ഇരുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് എത്ര കാര്യങ്ങളുണ്ടോ അത്രയും പറയാം. ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ തുടക്കത്തിൽ. കാരണം ബ്രെയിനിന് അത് ശീലമില്ല. നിങ്ങൾ ഇങ്ങനെ നല്ല കാര്യങ്ങളിലേക്ക്, നിങ്ങൾക്ക് സന്തോഷം നൽകിയ കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബ്രെയിൻ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഫസ്റ്റ് ഡേ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലേക്ക് വരില്ല. ഓക്കെ, അപ്പൊ പറയാം, ഒരു ദിവസം എനിക്ക് തന്നല്ലോ, ഒരു ദിവസം എനിക്ക് ഉണ്ടായി, ആ ഒരു ദിവസം എനിക്ക് നൽകിയതിന്, എനിക്ക് ലഭിച്ചതിന് ഹാപ്പിയാണ് എന്ന് പറയാം. പിറ്റേ ദിവസം ആകുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾക്ക് സന്തോഷം തരുന്നത്. അങ്ങനെ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ നോക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്നു, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും കഴിഞ്ഞുപോയ കാലത്ത് നിങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ ബെസ്റ്റ് കേസ് സിനാരിയോ എന്താണെന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ നിങ്ങളുടെ എനർജറ്റിക്കൽ വൈബ്രേഷൻ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും, ആ ഫ്രീക്വൻസി ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക, നിങ്ങളുടെ ആ ഒരു ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു. കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ, കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസരങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്നൊന്നായിട്ട് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ് ആക്ച്വലി. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് മാറ്റം വേണമോ അത് നമുക്ക് തന്നെ കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. എല്ലാം തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമുക്ക് പറ്റണം. ഇവിടെ ഈ പറഞ്ഞ പോലെ കോൺഷ്യസ്ലി നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണ്, മനസ്സിലായോ? അത് എളുപ്പമുള്ള കാര്യമല്ല.
അത് നിരന്തരമായി ചെയ്യുക എന്നുള്ളതും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ അതിനോട് കമ്മിറ്റഡ് ആയി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരു മാസം നിങ്ങൾ അത് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ഡിഫറൻസ് കാണാൻ പറ്റും. ആ മാസം തുടങ്ങിയപ്പോഴത്തെ നിങ്ങളും ആ മാസം കഴിഞ്ഞപ്പോഴത്തെ നിങ്ങളും രണ്ട് എനർജറ്റിക്കൽ ലെവലിൽ നിൽക്കുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് ഒരുപാട് കമന്റ്സ് കിട്ടുന്നതാണ് ഞാൻ കാണുന്നത്. ഒന്നും ലൈഫിൽ വർക്ക്ഔട്ട് ആവുന്നില്ല, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, എല്ലാവരും അങ്ങനെ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷെ നിങ്ങൾ അവിടേക്ക് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ അവിടേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിനിൽ അത് അത്രയും ഫ്രഷ് മെമ്മറീസ് ആയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അതാണ് നിങ്ങൾക്ക് എവിടെയും അത് പറയാൻ പറ്റുന്നത്, എണ്ണി എണ്ണി പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. കാരണം നിങ്ങൾക്ക് ഒന്നും ഓർമ്മ വരില്ല. കാരണം നിങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ആ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായാലും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ അത് എടുക്കുന്നില്ല. മനസ്സിലായോ? അത് നിങ്ങളുടെ തെറ്റാണെന്നല്ല. അത് നമ്മൾ വളർന്നു വരുന്നതിന്റെയും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു രീതി ഉണ്ടല്ലോ, അതിന്റെയും പിന്നെ നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്നതിന്റെയാണ് ആ ഒരു ഇൻഫ്ലുവൻസ്. പക്ഷെ അത് നമ്മുടെ റിയാലിറ്റി ആയി മാറാൻ നമ്മൾ അനുവദിക്കരുത്. അപ്പൊ അതാണ് ഇവിടെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾ എന്തൊക്കെ സ്വീകരിക്കണം, എന്തിനൊക്കെയാണ് എംബ്രേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് അവരെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് അവരെന്താണ് എംബ്രേസ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ട്രൂത്ത്ഫുൾ ആയിരിക്കാം. ഓക്കെ, സത്യസന്ധരായിരിക്കാം. നിങ്ങളിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയാൽ അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അവിടെ നിങ്ങളുടെ ഈഗോ അതിനൊരു എക്സ്ക്യൂസ് കണ്ടെത്താൻ നിങ്ങൾ അനുവദിക്കരുത്. അതെന്റെ തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ സ്വയം അംഗീകരിക്കാൻ പറ്റണം. നിങ്ങൾ നിങ്ങളോട് സത്യസന്ധരായിരിക്കുക. നേരായ രീതിയിലൂടെ വഴിയിലൂടെ മാത്രം കാര്യങ്ങൾ നേടും എന്നുള്ള ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് റൈറ്റിയസ് ആയിരിക്കുക. റൈറ്റിയസ് ആയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലും ഒരു ന്യായം ഉണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും. മനസ്സിലായോ? അത് ഒരു തരത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ആ ഒരു ഫെയർനെസ് എനർജി, എന്തിലും ഏതിലും നീതിയും ന്യായം ഉറപ്പാക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും അങ്ങനെയായിരിക്കണം. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് ത്രൂ ഔട്ട്. ഓക്കെ, ട്രൂത്ത്ഫുൾ ആയിരിക്കുക. അനാവശ്യമായിട്ടുള്ള ആർക്കും ഉപദ്രവമില്ലാത്ത കള്ളങ്ങൾ പറയാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതും ഞാൻ ഒരു പരിധി വരെ ഞാനതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, മാക്സിമം ട്രൂത്ത്ഫുൾ ആയിരിക്കുക. ഈ ട്രൂത്ത്ഫുൾ ആകുമ്പോൾ ശരിയാണ്, ഇപ്പൊ നിങ്ങൾ പറയാതല്ല, സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങളുടെ എന്താ പറയാ ജീവൻ ആപത്ത് വരികയാണ്, നിങ്ങൾ സത്യം പറയുമ്പോൾ അവിടെ ജീവൻ ആപത്ത് വരികയാണ് എന്നാണെങ്കിൽ ഓക്കെ, മേ ബി നിങ്ങൾ അവിടെ ഒരു കള്ളം പറയുമ്പോൾ വേറെ ആർക്കും അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്നില്ല, പക്ഷെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞോളൂ. അതിന് പിന്നെയും അവിടെ ഒരു എന്താ പറയാ എന്തെങ്കിലും തരത്തിലൊരു എക്സ്ക്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. വെറുതെ കള്ളം പറയുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ ഓക്കെ, വെറുതെ ഒരു ആവശ്യമില്ല, പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടില്ല എന്ന് പറയാ, കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടില്ല എന്ന് പറയാ. ഓക്കെ, അങ്ങനെ അതുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. അത് മാറ്റണം. കാരണം നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് ആകണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇന്നർ ഗൈഡൻസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാനും അതനുസരിച്ച് അത് ഫോളോ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് പറ്റണം. അപ്പൊ അതായത് നിങ്ങളുമായിട്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു മനസ്സിലെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീലിങ്ങിനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടുന്ന പ്രാക്ടീസസ്, മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസസ് നിങ്ങൾ ചെയ്തിരിക്കണം. അതായത് ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. വളരെ ഡിസിപ്ലിൻ ആയിട്ട് ലൈഫിൽ പോവുക, ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ പോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു നീതിയുണ്ട്, ന്യായമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഗുണകരമാകുന്നതാണ്, അതേസമയം മറ്റാർക്കും ദോഷം വരാത്തതാണ് എന്ന് ഉറപ്പുവരുത്തണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും.
പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, ആ ഗട്ട് ഫീലിംഗിനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് ചുമ്മാ തോന്നിയതാവും എന്ന് അങ്ങനത്തെ ഒരു ടെൻഡൻസിയെ പാടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം. അപ്പോൾ എന്തുണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ് ഇൻ ദ സെൻസ്, നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. മറ്റുള്ളവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി അവരുടെ ഇഷ്ടത്തിനുള്ള അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളായി അവർ മുന്നിൽ അഭിനയിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് വേണ്ട. നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അന്യായമാണ് അത്. കാരണം നിങ്ങൾ നിങ്ങളുടെ എന്താ പറയണ്ട, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ ആരെയാണോ പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ വ്യൂസും നിങ്ങളുടെ വ്യൂസും രണ്ട് ദിശയിൽ നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും, രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രീതി പിടിച്ചു പറ്റണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അവർ പറയുന്നതിനോടൊക്കെ അതെ അങ്ങനെയാണ് ശരിയാണ് എന്നൊക്കെ പറയാണ്. ഇതെന്തുണ്ടാവുന്ന വെച്ചാൽ കുറച്ച് നാളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് അങ്ങനെ പോകാനായിട്ട് സാധിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ വരും. അതിന്റെ ഒരു സാഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഫ്രസ്ട്രേഷൻ വരുന്നത് എന്നുള്ളത്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ സെൽഫ്, നിങ്ങളുടെ ആ ഒരു സോൾ ഇവിടെ ഡിസ്റ്റർബ്ഡ് ആവുക. കാരണം നിങ്ങൾ നിങ്ങളായിട്ടല്ല നിൽക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഒത്തന്റിക് സെൽഫിനെ മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ, ആ ഒരു ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ അത് മാറ്റി എടുത്താലേ നിങ്ങൾ ഈ പറയുന്ന ഒരു ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിനും ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസും ബ്ലെസ്സിങ്സും ഒക്കെ ലൈഫിൽ ഉണ്ടാകുന്നതിനും അത് ലാസ്റ്റ് ചെയ്യുന്നതിനും സഹായിക്കുള്ളൂ. ഓക്കെ, അതിൽ നിങ്ങൾ ഒരു മോശം വിചാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കുക, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല. ഓക്കെ, നിങ്ങളുടെ ഒത്തന്റിക് സെൽഫായിട്ട് ഇരിക്കുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ കയറുന്നതിനോ എല്ലാവരെ കൊണ്ട് നല്ല കുട്ടി എന്ന് പറയിപ്പിക്കുന്നതിനല്ല നിങ്ങൾ ഈ ജന്മത്തിൽ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പർപ്പസ് ഉണ്ട്, അതെന്താണെന്ന് ആദ്യം കണ്ടെത്തുക തന്നെ വേണം. അത് കണ്ടെത്തിയിട്ട് അത് ഫുൾഫിൽ ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആ പോകുന്ന ജീവിത യാത്രയിൽ മറ്റുള്ളവർക്ക് പരമാവധി ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അത് എന്താ പറയാ, നിങ്ങളുടെ സന്തോഷമോ സമാധാനമോ ത്യജിച്ചുകൊണ്ടാവരുത്, അത് അവിടെ ഉറപ്പുവരുത്തണം. മനസ്സിലായില്ലേ? ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതിന് നിങ്ങൾ മുന്നോട്ട് പോകണം. അതായിരിക്കണം നിങ്ങളുടെ ഒരു ബേസിക് എയിം, ഗോൾ. ലൈഫ് ലോങ് നിങ്ങൾ അത് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മെറ്റീരിയൽ വെൽത്ത് കാര്യങ്ങൾ അത് വേറെ, പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വേണം ജീവിക്കാൻ. ഒതന്റിക് സെൽഫിൽ നിങ്ങൾ ആയിരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ശരിയായ കഴിവുകൾ, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ സ്കിൽസ്, ഇതിനെക്കുറിച്ചൊക്കെ പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാത്തിലുപരി നിങ്ങൾ നിങ്ങളോട് നീതി പുലർത്തുന്നത് നിങ്ങളുടെ ഒതന്റിക് സെൽഫിലായിരിക്കുമ്പോഴാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്തിരിക്കണം. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, ഇത് നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഗ്രൂപ്പ് 1ന്റെ ഹൈസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് അവർ എംബ്രേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? Okay, be patient. Be patient. Just relax. Go with the flow. കണ്ടോ, റിലാക്സ്ഡ് എനർജിയിലായിരിക്കണം. ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഒന്നിന്റെയും പിന്നാലെ പായാതെ, ഓക്കെ, ഒന്നിനു വേണ്ടി ഡെസ്പറേറ്റ് ആകാതെ, ആ ഒരു ചേസിങ് എനർജിയിലാകാതെ നിങ്ങൾക്ക് വളരെ പേഷ്യൻ്റ് ആയിട്ട് വളരെ ഒരു എന്താ പറയുക പീസ്ഫുൾ എനർജിയിലായിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഓക്കെ, അത് മാത്രമല്ല എന്തിൽ നിന്നൊക്കെയാണോ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്, എന്തിൽ നിന്നാണോ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, അവിടെ നിങ്ങൾ ആ ഒരു ഹീലിംഗ് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ കൂടുതൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ആകാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഇൻ ജനറൽ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്പിരിച്വൽ ആക്ടിവിറ്റി, അത് എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ റൈറ്റ് അലൈൻമെന്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റ് ഉണ്ടാകുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജറ്റിക്കൽ ഫ്രീക്വൻസി അപ്ഗ്രേഡ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആ ഡിവൈൻ ടൈമിംഗ് എന്താണെന്നും ആ ഡിവൈൻ പ്ലാൻ എന്താണെന്നും അത് കൃത്യമായി മനസ്സിലാക്കി
അതനുസരിച്ച് ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കും. അവിടെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ധൃതി ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താ പറയാ ടെൻഷൻ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. എപ്പോഴും ആ ഒരു ഡെസ്പറേഷൻ അല്ലെങ്കിൽ ഒരു ചേസിങ് എനർജി ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ. മാത്രമല്ല അത് അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ അൺഹീൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമോഷണൽ പെയിൻ ഒക്കെ അല്ലെങ്കിൽ വിഷമങ്ങൾ സങ്കടങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പം പുറത്തു കടക്കാനും പറ്റും. അപ്പൊ നിങ്ങൾ ഒരു ഹീൽഡ് വേർഷനിലേക്ക് മാറുന്നതിന് വേണ്ടുന്ന ആക്ടിവിറ്റീസ് എസ്പെഷ്യലി സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ പറഞ്ഞ പോലെ വളരെ നിങ്ങളൊരു സാറ്റിസ്ഫൈഡ് ഒരു റിലാക്സ്ഡ് എനർജിയിലേക്ക് നിങ്ങൾ മാറും. ഓക്കെ. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇതൊക്കെ തന്നെയാണ് അത്യാവശ്യം. ഓക്കെ. നിങ്ങൾ ആ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഇന്നർ പീസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പീസ്ഫുൾ എനർജിയിലായിരിക്കും. ആ ഹയസ്റ്റ് വേർഷനിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ പോകുമ്പോൾ നിങ്ങളുമായിട്ട് അലൈൻഡ് ആയി നിൽക്കുന്ന കാര്യങ്ങളെ എളുപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് എന്ത് ഈ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ ഈ ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ട്. ഓക്കെ. നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഒരു ഇന്നർ പീസ് അച്ചീവ് ചെയ്യുന്നതിനും ആ ഒരു എന്താ പറയാ നിങ്ങളുടെ വൈബ്രേഷൻ എനർജറ്റിക്കൽ വൈബ്രേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിനും ഹീൽ ആകുന്നതിനും എല്ലാം. ഓക്കെ. ഹീൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജറ്റിക്കൽ വൈബ്രേഷനിൽ മാറ്റം വരും. ഓക്കെ. അങ്ങനെ അതിൽ മാറ്റം വന്ന് നമ്മൾ ഈ കൂടുതൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയി നമ്മുടെ ലൈഫ് അതനുസരിച്ച് നമ്മുടെ ഇന്നർ ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മനസ്സമാധാനം ഒരു ശാന്തത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ എനർജിയിലേക്ക് നിങ്ങൾ എത്തണം. അത് എത്തുമ്പോഴാണ് നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ഗ്ലൂസ് ആണ് നോക്കുന്നത്. അപ്പൊ ഈ ക്യാപ്സ്യൂൾ ഗ്ലൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ക്യാപ്സ്യൂൾ ഗ്ലൂസിന്റെ മലയാളത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ കമന്റ്, അത് ഒരാൾ തന്നെയാണ് മൾട്ടിപ്പിൾ ടൈമിൽ ഇടണേന്ന് അറിയില്ല. ഇംഗ്ലീഷിലുള്ള ക്ലൂസ് എടുക്കാമോ എന്ന് ചോദിച്ചിട്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ആൽഫബറ്റ്സിന്റെ കാര്യം പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ മലയാളത്തിലുള്ള ആൽഫബറ്റ്സ് നമുക്ക് ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. നമുക്കത് നമ്മുടെ ഭാഷയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ. ഞാൻ ആ ഒരു പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങളുടെ പേരിന്റെ മലയാളം അത് മലയാളത്തിൽ എഴുതി നോക്കി കഴിഞ്ഞാൽ ആ അക്ഷരങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ. നമ്മുടെ നാട്ടിലെ പൊതുവെ ആ ഒരു പാശ്ചാത്യ സംസ്കാരത്തിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട്. ഇപ്പൊ പോയി അവരുടെ ഒരു അസെന്റ് അടക്കം എന്താ പറയാ പ്രൊണൗൺസിയേഷനിൽ ആ ഒരു അസെന്റ് ആ ഒരു സ്റ്റൈൽ കൊണ്ടുവരാനൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഞാനൊക്കെ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന് പറയുമ്പം ബ്രിട്ടീഷ് പ്രൊണൗൺസിയേഷൻ തന്നെയാണ് ഫോളോ ചെയ്യുക. കാരണം നമുക്ക് അതാണ് ഞങ്ങൾ പഠിക്കുമ്പോൾ തൊട്ട് അങ്ങനെ തന്നെയാണ് ആയിരുന്നത്. അമേരിക്കൻ പ്രൊണൗൺസിയേഷൻ നമ്മൾ ഫോളോ ചെയ്യില്ല. ഓക്കെ. അങ്ങനെ ആയിരുന്നു അപ്പോൾ. ഇപ്പൊ പക്ഷെ അമേരിക്കൻ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് ഞാൻ പറയും. കാരണം അമേരിക്കൻ പ്രൊണൗൺസിയേഷൻ ആണ് കൂടുതൽ ആളുകളും ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോൾ അറിയാം ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിന് അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ വളരെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുള്ള പോലത്തെ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, ഓക്കെ, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ആ വേർഡ്സ് പഠിപ്പിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന പോലെ IELTS അല്ലെങ്കിൽ TOEFL എക്സാംസിലൊക്കെ ഈ വേർഡ്സിന്റെ ആവശ്യം ഉണ്ടായിരിക്കാം. പക്ഷെ പുറത്ത് പോയി ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് നാൾ ഞാൻ അവിടെ ജീവിച്ചിട്ടുള്ളതാണ്, എക്സ്പീരിയൻസ് ഉള്ളതാണ്. പല നാടിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഈവൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് വന്ന ആളുകൾ അടക്കം ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അവരൊരിക്കലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന സോക്കോൾഡ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യില്ല. വളരെ സിമ്പിൾ ഇംഗ്ലീഷ് ആണ് അവർ ഫോളോ ചെയ്യുക. കാരണം അവർക്ക് ഒരൊറ്റ ഇന്റൻഷനേ ഉള്ളൂ, അവർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന ഉദ്ദേശത്തോടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണല്ലോ കമ്മ്യൂണിക്കേഷൻ, അതിനാണ് ലാംഗ്വേജ്. ഓക്കെ. പിന്നെ ഇന്ത്യൻസിനാണ് ഈ പറഞ്ഞ ഒരു ഒബ്സെഷൻ, ഈ പറയുന്ന അമേരിക്കൻ സ്റ്റൈൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുക, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക. പക്ഷെ ഞാൻ ഇൻ കേസ്
ഞാൻ അപ്പോഴും പറയും അതിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട. ആ ലാംഗ്വേജ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, നിങ്ങൾ ആ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. അതിനുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഇപ്പം ഇംഗ്ലീഷ് മദർ ടങ് അല്ലാത്ത ഏതൊരു രാജ്യത്തുനിന്നും ഉള്ള ആളുകളെ ശ്രദ്ധിക്കുക. അവരൊരിക്കലും ഈ പറയുന്ന അമേരിക്കൻസിനെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആസെന്റ് സ്റ്റൈല് ഫോളോ ചെയ്യാനായിട്ട് അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക ഒബ്സഷൻ അവർക്ക് ഉണ്ടാവില്ല. അവരുടെ അസെന്റിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ് ഇറ്റാലിയൻസ് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്നത് കേട്ടാൽ ഭയങ്കര രസമാണ്. അവർ ഇറ്റാലിയൻ ലാംഗ്വേജ് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, സെയിം രീതിയിലാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഈവൺ വേർഡ്സ് പ്രൊണൗൺസ് ചെയ്യുന്നത് പോലും അവര് ആ വാക്കുകൾ അവർ ഇറ്റാലിയൻ ഇതിലാണ് പറയുന്നത്. ഓക്കെ, അത് ഫ്രഞ്ച് സ്പീക്കിംഗ് അതുകൊണ്ടാണ് ഈ ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ അല്ലെങ്കിൽ ഇറ്റാലിയൻ പീപ്പിൾ ഒക്കെ അവര് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആണ് എന്ന് തോന്നുന്നതിന്റെ കാരണം അവരുടെ ആസെന്റ്, അവരുടെ ബേസിക്, അവരുടെ മദർ ടങ് ആണ്. ഓക്കെ, അതാണ് അവർ ഫോളോ ചെയ്യുന്നത്. ആ ലാംഗ്വേജ് ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് അതിനൊരു ഒരു താളം ഉള്ളത് കൊണ്ട് അത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അട്രാക്ഷൻ തോന്നുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരോട് ഒരു ഒബ്സഷൻ ഇല്ല അമേരിക്കൻസിനെ പോലെ സംസാരിക്കണം, ബ്രിട്ടീഷേഴ്സിനെ പോലെ സംസാരിക്കണം. നോ. ഓക്കെ, അപ്പൊ അതിലേക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഞാൻ കുറെ റീൽസ് ഒക്കെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു പ്രഷർ ആളുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറെ ആളുകൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് ഏറ്റവും നന്നായി സംസാരിക്കുന്നത്, അങ്ങനത്തെയും ചിന്ത ഉണ്ട്. അതൊക്കെ വളരെ തെറ്റായ ധാരണയാന്നുള്ളത് പുറത്തു പോയതിന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നന്നായിട്ട് ആ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. പ്രൊനൗൺസിയേഷൻ ആപ്റ്റ് ആക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊനൗൺസിയേഷൻ ഉറച്ചു നിൽക്കുക. ഒന്നില്ലെങ്കിൽ അമേരിക്കൻ ആണെങ്കിൽ ത്രൂ ഔട്ട് അമേരിക്കൻ മാത്രം സംസാരിക്കുക, ബ്രിട്ടീഷ് ആണെങ്കിൽ ബ്രിട്ടീഷ് മാത്രം. ഓക്കെ, രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. ഡിഫറൻസസ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ സ്റ്റൈൽ, അവരുടെ ഒരു ആസെന്റ്, അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സംസാരിച്ചാൽ അവർക്ക് കാര്യം മനസ്സിലാവും. അവർ അവിടെ എത്രേ നോക്കുന്നുള്ളൂ, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, അതല്ല അവരുടെ അസെന്റിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വേറൊരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരാളാണെന്നും നിങ്ങൾ മൾട്ടിപ്പിൾ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ഒരാളാണെന്നും ഉള്ള ഒരു കൺസിഡറേഷനോ റെസ്പെക്റ്റോ നൽകാൻ പറ്റാത്ത ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനത്തെ ചുരുക്കം ചില ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പ്രഷർ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു എന്താ പറയാ ഭാഷയുടെ കാര്യം പറഞ്ഞതാണ്. ഞാൻ ലാംഗ്വേജസ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് റീൽസ് കാണുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 2 തീയതികൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ എന്താ പറയണ്ടേ ജനന തീയതി ഉണ്ടാവാട്ടോ, 17, 19. പിന്നെ ഉത്രം നക്ഷത്രത്തിലായിരിക്കാം നിങ്ങൾ ജനിച്ചിട്ടുണ്ടാകുക, അതിന് സാധ്യത കാണുന്നു. വ്യാഴാഴ്ച ആയിരിക്കാം ജനിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ അക്ഷരങ്ങളിൽ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ്, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശ, ധ, ന, എ, ഥ, ഭ, ഞ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് ആയിരിക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗ്രൂപ്പ് 2വിന്റെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് അവരെത്തുന്നതിന് അവരെന്താണ് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്? Clarified wants
ഓക്കെ, അണ്ടർലൈങ് എനർജി 8 ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത് പറഞ്ഞാൽ നിങ്ങളുടേതല്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾക്കൊരു ഭാരമായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട്. നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ എന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങളുടേതല്ലാത്ത പ്രശ്നം, അത് നിങ്ങൾ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഓക്കെ, പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് കൺസേൺഡ് ആവുക, അതിനെക്കുറിച്ച് ആലോചിച്ച് ആൻഷ്യസ് ആവുക, ടെൻസ്ഡ് ആവുക, അങ്ങനെ ഓക്കെ, അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ വല്ലാതെ ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് പോവുകയാണ്. ആ കാര്യത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങളെ ഒരു തരത്തിലും അത് ബാധിക്കില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊരു എംപാത്ത് ആയിരിക്കാം, അതിന്റെ ഒരു പ്രശ്നമാകും. അപ്പൊ മറ്റുള്ളവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അതേ ഒരു തീവ്രതയോടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാകാം, നിങ്ങളുടെ തെറ്റാണെന്നല്ല പറയണേ, പക്ഷെ അത് നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്യണം, നിങ്ങളുടെ സമാധാനത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള നിങ്ങളെ നേരിട്ട് ബാധിക്കാത്ത നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ, എസ്പെഷ്യലി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. അതിനൊക്കെയാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. നിങ്ങളിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഹെർമിറ്റ് എനർജിയിൽ ഇരിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളിപ്പോൾ ആ ഒരു ഹെർമിറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ച് നാളായിരിക്കണം. ഓക്കെ, കാരണം ഇപ്പൊ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, ഈ ഡിസ്ട്രാക്ഷൻസ് മെയിൻലി ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളെ നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങളാണെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിരിക്കില്ല, നിങ്ങൾക്കും ആ വ്യക്തികളുടെ സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളായതുകൊണ്ടായിരിക്കും, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത്രയും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ അത് നിങ്ങളെ എഫക്ട് ചെയ്യുന്നു, നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റഡ് ആകുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ചാലഞ്ചസും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നങ്ങളെ കുറിച്ചും ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോഴെന്താണ് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നെഗറ്റിവിറ്റിയാണ് അട്രാക്ട് ചെയ്യുന്നത്, നിങ്ങൾ കൂടുതൽ ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ നെഗ്ലക്ട് ചെയ്യാണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോ നിങ്ങൾ ഇവിടെ എന്തോ നിങ്ങൾക്കായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ആ മാനിഫെസ്റ്റ് ചെയ്യുന്നതിലേക്ക് ഇപ്പൊ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ. ഓക്കെ, അതൊരു എക്സ്ട്രാ ഒരു ഗൈഡൻസ് ആണ്. അതിലാണ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളെ ബാധിക്കാത്ത, നിങ്ങളുടേതല്ലാത്ത, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. അതിൽ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആകുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയണു. അതിനെ ഉപേക്ഷിക്കുക, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ മുന്നോട്ട് പോവുക. ഇതിൽ ഒരു കോംപ്രമൈസ് ഇല്ല, ഇതിലൊരു കൺസെഷനും ഇല്ല. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. Clarify the Son of Swords. Clarify the Sun. ഓക്കെ, ഞാൻ വീണ്ടും കേൾക്കാണ് റേസിംഗ് തോട്ട്സ്. ഓക്കെ, ഇങ്ങനെ കാടുകയറിയുള്ള ചിന്ത. അപ്പോൾ ഈ പറയുന്ന പോലെ അടുത്തത് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ലൊരു മൊമെന്റ് വരാനായിട്ട് നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇങ്ങനെ സയൻസ് ഒക്കെ കിട്ടുകയാണ്. ഓക്കെ, നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്, നല്ലതാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ സയൻസ്, ചിലപ്പോൾ മൾട്ടിപ്പിൾ റീഡിങ്സിൽ ഒരേ കാര്യം തന്നെ പറയാം. അങ്ങനെ അത് നിങ്ങൾ കാണണം എന്ന് വെച്ചിട്ടല്ല റീഡിങ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ റീഡിങ് നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷെ പറയുന്ന ഡിഫറെന്റ് റീഡേഴ്സ് ആയിരിക്കും, പക്ഷെ ഒറ്റ മെസ്സേജ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ലൈഫിൽ കാര്യമായിട്ടൊരു മാറ്റം സംഭവിക്കാൻ പോണു, നിങ്ങൾക്ക് വളരെയധികം നല്ല നല്ല സമയമാണ് വരുന്നത്, ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ട് അതിനെ കുറിച്ച്. അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ ചിന്തകള് ഇങ്ങനെ എന്താ, അപ്പൊ അതിങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്യാന്ന് പറയില്ലേ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഈ റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് കിട്ടുന്നു, അതും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് തേടി പോകാത്ത സമയത്ത് നിങ്ങളിലേക്ക് വരികയാണ്. ഒരേ കാര്യം തന്നെ, പക്ഷെ മൾട്ടിപ്പിൾ റീഡേഴ്സ് മൾട്ടിപ്പിൾ ടൈമിലാണ് കേൾക്കുന്നത്, പക്ഷെ ഒരേ മെസ്സേജ് തന്നെ വരുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ അത് തന്നെ നടക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെ അത് നടക്കും, അത് നടക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളോട് അത് യൂണിവേഴ്സിനെ അറിയിക്കുന്നത്, പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. പിന്നെ അതിൽ എന്തായാലും ഒരു ഗൈഡൻസ് പറയുന്നുണ്ടാവും, അത് നമ്മൾ ഫോളോ ചെയ്യണം ആ ടൈമിൽ. ഇത് ഈ ഒരു എന്താ പറയാ, അതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം, അതിൽ വിശ്വാസം നിങ്ങൾക്ക് വരണം.
അതിനെക്കുറിച്ച് അപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ കേൾക്കുന്നു. പിന്നെ നിങ്ങൾ ആലോചിക്കുക, പിന്നെ അതൊക്കെ നടക്കാൻ പോകണോ, അതൊക്കെ നടക്കാൻ പോണേ, അത് നടക്കാതിരിക്കാൻ ഇന്ന കാരണങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. മനസ്സിലായോ? അപ്പൊ തന്നെ അവിടെ എന്തുണ്ടായി? നിങ്ങളെ ആ ഒരു വരാൻ പോകുന്ന മാറ്റത്തിന് തടസ്സമായിട്ട് നിൽക്കുക. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത് അത് സംഭവിക്കാൻ സാധ്യതയില്ല എൻ്റെ ലൈഫിൽ, കാരണം അത് എനിക്കത് ഡിസേർവിങ് അല്ല, കാരണം ഇന്ന കാരണങ്ങളുണ്ട്, ഇതുകൊണ്ടൊന്നും അത് നടക്കില്ല. അപ്പൊ അതെനിക്ക് ഡിസേർവിങ് അല്ല, അതിന്റെ ലൈഫിലേക്ക് വരാറായിട്ടില്ല, അല്ലെങ്കിൽ അതിന് ഇനി ഞാൻ തയ്യാറെടുക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ മെസ്സേജാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ആ ഒരു കാര്യം നടക്കുന്നതിനുള്ള എല്ലാവിധ എന്താ പറയാ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ വല്ലാതെ നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകുമ്പോൾ, നിങ്ങളെ വീണ്ടും വീണ്ടും നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി അങ്ങനത്തെ തോട്ട്സിൽ നിങ്ങൾ ഒബ്സസീവ് ആകുമ്പോൾ ഈ പറയുന്ന കാര്യം ഒന്നില്ലെങ്കിൽ നടക്കാതെ പോവും, അല്ലെങ്കിൽ അത് ഡിലേ ആകും. ഓക്കെ, ഇത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരുപാട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു 10ൽ 9 സൈനും കിട്ടിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഒരു സൈൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളതാണെന്ന് വിചാരിക്കുക. ആ ഒരൊറ്റ സൈനിമ പിടിച്ചിട്ട് അതാണ് ഇനി നടക്കാൻ പോണേ, ഇനി നെഗറ്റീവ് ആയിട്ട് സംഭവിക്കാൻ പോണേ, ഇതാണ് അതിൽ ഉണ്ടാവാൻ പോണത്, ആ നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഒരു ടെൻഡൻസി. ഓക്കെ, അത് നിങ്ങളുടെ കൺട്രോളിലാണെന്നും കാണുന്നില്ല. ഭയങ്കര ഒരു അതായത് ലൈഫ് സ്മൂത്ത് ആയിരിക്കില്ല, ലൈഫിൽ ചാലഞ്ചസ് ഉണ്ടാകും, ഞാൻ ചാലഞ്ചസിലൂടെ കടന്നു പോയാലേ എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ഓക്കെ, അറിഞ്ഞോ അറിയാതെ, അതായത് കോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി അതുണ്ട്. അതിന്റെ ഭാഗമാണ് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള, ഇപ്പോ 10 റീഡിങ് കണ്ടു അല്ലെ, 9 പറയുന്നത് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു റീഡിങ് പറയാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കളക്റ്റീവ് റീഡിങ്സ് ആണ് നിങ്ങൾ കേൾക്കുന്നത്, അപ്പൊ അതെനിക്കുള്ളതായിരിക്കില്ല എന്ന് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അതിലങ്ങനെ വന്നൂലോ, അപ്പൊ അതിനർത്ഥം അങ്ങനെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വന്നത്. അല്ലാണ്ട് പക്ഷെ 9 പ്രാവശ്യം നിങ്ങൾ നല്ല നടക്കുന്നത് കേട്ടിട്ടുണ്ട്, അപ്പൊ ഇതേ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, നടന്നാ മതിയായിരുന്നു, നടക്കുവോ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ചിന്തിച്ചത്. പക്ഷെ ഈ ഒരു ഈ നെഗറ്റീവ് മെസ്സേജുള്ള ഒരൊറ്റ മെസ്സേജ്, ഒരൊറ്റ ഇത് കണ്ടപ്പോഴേക്ക് നിങ്ങൾ നടക്കാൻ പോവാണ്, അതാണ് സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് എന്റെ മുന്നിലേക്ക് അത് വന്നത്, അത് ഞാൻ തയ്യാറെടുക്കണം, എങ്ങനെയൊക്കെയാണ് അപ്പൊ അതിന് ഞാൻ ഫേസ് ചെയ്യാനായിട്ട് റെഡി ആകേണ്ടത്. പിന്നെ നിങ്ങൾ അതിൽ ചിന്തിച്ച് അതിന് വേണ്ടി പ്രിപ്പയർ ആവുക. മനസ്സിലായോ? പ്രിപ്പയറിംഗ് ഫോർ ദ വേഴ്സ്റ്റ്. അപ്പോൾ അത് ആ ഒരു ടെൻഡൻസി അത് നിങ്ങൾ മാറ്റിയെടുക്കണം. അതിന് ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങൾ സ്വയം നിങ്ങളോട് പറയാണ് വേണ്ടത്. സ്വയം നിങ്ങൾ പറഞ്ഞ് അഫേം ചെയ്ത് മാറ്റിയെടുക്കുക. ഓക്കെ, ഇതുപോലെ 9 റീഡിങ്സ് നല്ലത് കണ്ടു, ഒരെണ്ണം നെഗറ്റീവായിട്ട് കാണുമ്പോൾ പറയാം അത് എൻ്റെ ലൈഫിൽ നടക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ, എനിക്ക് റിപ്പീറ്റഡ് ആയി കിട്ടിയത് ഈ പോസിറ്റീവ് മെസ്സേജ് ആണ്, അപ്പൊ ആ പോസിറ്റീവ് മെസ്സേജ് നടക്കാനാണ് സാധ്യത, അതിന് സ്വീകരിക്കാനാണ് ഞാൻ തയ്യാറാകേണ്ടത് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞ് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി നടക്കില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സ് വീണ്ടും പഴയ രീതിയിലേക്ക് പോകാനായിട്ട് ഒരു ശ്രമമൊക്കെ നടത്തും. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, പക്ഷെ നിങ്ങളവിടെ കൺസിസ്റ്റന്റ്ലി ആ നല്ല കാര്യം സംഭവിക്കുന്നതിന് വേണ്ടുന്ന ഗൈഡൻസ്, അതിനോടൊപ്പം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഗൈഡൻസ് അത് ഫോളോ ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട്, അത് സ്വീകരിക്കുന്നതിന് തയ്യാറാവുക. അത് നിങ്ങൾ കോൺഷ്യസ്ലി അങ്ങനെ ആക്ഷൻസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഈ പറയുന്ന നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി അതില്ലാണ്ടാവും. നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു രീതി പതുക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. ഓക്കെ, പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത പോകുന്ന, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്ത പോകുന്ന, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുന്ന ആ ഒരു ടെൻഡൻസി നിങ്ങളിൽ നിന്ന് പോകും. ഇത് പോകണം. നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ടെൻഡൻസി നിങ്ങളിൽ നിന്ന് പോയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 അവരുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് ആകുന്നതിന് അവരെന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്? Clarify the King of Cups. നിങ്ങളുടെ കൈൻഡ് കോൺഫിഡൻറ്റ് വേർഷനിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യണം. ഓക്കെ, ആ ഒരു കൈൻഡ് കോൺഫിഡൻറ്റ് വേർഷനിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ കിങ് ഓഫ് കപ്സ് കിങ് ഓഫ് വാൻസ് കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ്. അതായത് മറ്റൊരാൾ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നതിനോ കരുണ കാണിക്കുന്നതിനോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഓക്കെ, ആ കെയറിങ്, ആ സപ്പോർട്ട്, ആ ഒരു കൈൻഡ്നെസ് അത് നിങ്ങൾ സ്വയം നൽകുക. അത് സ്വയം നൽകാൻ ശീലിക്കുക. അത് നിങ്ങൾ സ്വയം നൽകിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില പാസ്റ്റ് നിങ്ങൾ എടുത്ത കഴിഞ്ഞ കാലത്തിലെടുത്ത ചില തീരുമാനങ്ങൾ, നിങ്ങളുടെ ചില ചോയ്സസ് തെറ്റായിരിക്കാം. നിങ്ങൾ മനുഷ്യരല്ലേ, നിങ്ങൾ തെറ്റ് പറ്റിയിരിക്കാം. ഓക്കെ, അതിനിങ്ങനെ സ്വയം ഇങ്ങനെ ഹാർഷായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെ ഇങ്ങനെ സ്വയം ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി അത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം. പകരം നിങ്ങൾ അത്രയും അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു തെറ്റ് പറ്റിയാലും അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനെ നിങ്ങൾ സ്വയം അഭിനന്ദിക്കുക. ഓക്കെ, ആ തെറ്റ് പറ്റിയതിന് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. അത് വേണം. നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടുന്ന സ്നേഹം, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവും കരുതലും സപ്പോർട്ടും ഏതൊരവസരത്തിലും അത് ആദ്യം നിങ്ങൾ നിങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ സ്വയം നൽകണം, പിന്നെയാണ് ചുറ്റുള്ളവരാ നിങ്ങൾക്ക് നൽകുക. മനസ്സിലായോ? ചില സമയത്ത് നമുക്ക് അങ്ങനെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടും ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ സ്വയം നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരണം എന്ന് കാണുന്നു. അതോടൊപ്പം അതാണ് നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ട ഫസ്റ്റ് തിങ്. പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ വിജയങ്ങൾ, നിങ്ങളായിട്ട് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ കൊണ്ട്, നിങ്ങളുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റണം. ഓക്കെ, പ്രൗഡ് ആയിരിക്കുക. മറ്റുള്ളവർ പ്രൗഡ് ആകാൻ വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, നിങ്ങളാണ് ആദ്യം പ്രൗഡ് ആവേണ്ടത്. നിങ്ങളുടെ കഴിവുകളില്, നിങ്ങളുടെ അച്ചീവ്മെന്റ്സില്, എന്താ പറയാ, മറ്റുള്ളവർ അതിനെ വില കുറച്ച് കാണുമ്പോഴും നിങ്ങൾ അതനുസരിച്ച് ശരി അതിനിപ്പോ പറയാവുന്നില്ല അല്ലേ, അങ്ങനെയല്ല. നിങ്ങളുടെ കഴിവ് കൊണ്ട്, നിങ്ങളുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട്, നിങ്ങളുടെ ആലോചന ബുദ്ധി കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത ഒരു കാര്യം, അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അത് പ്രത്യേകിച്ച് അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഉറപ്പിച്ചോളൂ, ജലസി. അവർക്ക് സാധിക്കാത്തത് നിങ്ങൾക്ക് സാധിച്ചു. ആ ഒരു ജലസി, അതിനെ ഇങ്ങനെ വില കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ അഗെയിൻ ഒരു ഇൻസെക്യൂരിറ്റി ആണ് പ്രൊജക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോ നിങ്ങളത് സ്വയം നിങ്ങൾ അതിൽ അഭിമാനിക്കണം. നിങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കണം. ഓക്കെ, ആരെങ്കിലും അതിനെക്കുറിച്ച് പറയുമ്പോൾ, അവർ നിങ്ങളെ ആശംസിക്കുമ്പോൾ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുമ്പോൾ ആ അഭിനന്ദനങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. മനസ്സിലായില്ലേ? അപ്പൊ അതിപ്പോ അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. ഇപ്പൊ കൺഗ്രാജുലേഷൻ പറയാനൊന്നുമില്ല. ഇതിപ്പോ ആർക്കായാലും പറ്റണതാണ്. അല്ലെങ്കിൽ അത് അത്ര വലിയ കാര്യമില്ല. എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയണേ? പാടില്ല. നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾക്കൊരു ഒരു എന്താ പറയാ, ഒരു എംബാരസ്ഡ് എനർജി, ഒരു നാണക്കേട് തോന്നുക. അതിനെക്കുറിച്ച് പറയുമ്പോൾ, മറ്റൊരാൾ നിങ്ങളോട് പറയുമ്പോൾ എന്തോ ഈ പറയുന്ന അഭിനന്ദനങ്ങളൊന്നും നിങ്ങൾക്ക് സ്വീകരിക്കാൻ അർഹതയില്ല എന്നൊരു തോന്നല്. ഓക്കെ, അതായത് നിങ്ങൾ സ്വയം വില കുറച്ച് കാണുന്നതിന്റെ സൂചനകളാണ് ഇതൊക്കെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിനെയും നിങ്ങൾ തന്നെ വില കുറച്ച് കാണുന്നതിന്റെ സൂചനകളാണ് ഇതൊക്കെ. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് വെക്കുക. ഓക്കെ, അത് ഒരിക്കലും നിങ്ങളുടെ എളിമയായിട്ടോ ഒന്നും തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആരെങ്കിലും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യം എന്താ എന്നങ്ങ് ചോദിക്കുമ്പം പൊക്കിത്തരാണല്ലേ എന്നൊക്കെ അങ്ങനെ ചിലപ്പോൾ പറയും. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ഇൻസെക്യൂരിറ്റീസ് പ്രൊജക്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവരെ കൊണ്ട് അതാ മാക്സിമം പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അവരുടെ മാക്സിമം കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. അവരെ കൊണ്ട് അതേ പറ്റൂ എന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. അതിന് നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. അപ്പൊ അവരങ്ങനെ പറയുമ്പോ അയ്യോ ഞാൻ പൊക്കിത്തരം പറയാണോ, അങ്ങനെ ഞാൻ പറയാൻ പാടില്ല അല്ലേ, എന്നാ ശരി പറയണ്ട. നിങ്ങളായിരിക്കണം നിങ്ങളുടെ നമ്പർ 1 ചിയർ ലീഡർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താ പറയണ്ടേ, നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ സ്വയം പൊക്കി നടക്കണം എന്നല്ല പറയണേ. നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച്, നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നിങ്ങൾ അതിനെ സംബന്ധിച്ച് ആശംസ നിങ്ങൾക്ക് നൽകുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് അത് സ്വീകരിക്കുക, നിങ്ങളുടെ സന്തോഷം അറിയിക്കുക. ഓക്കെ, അവിടെ ഒരു നാണക്കേട് തോന്നേണ്ട ആവശ്യം, ഒരു എന്താ പറയാ, ഒരു ചളിപ്പ് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കൊളോക്കിയൽ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. അഭിമാനമാണ് തോന്നേണ്ടത്. ഓക്കെ, ഇനി ആരെങ്കിലും അതിനെ വില കുറച്ച് കാണുമ്പോൾ അത് അവിടെ തന്നെ തിരുത്തുക. ഭാഗ്യം കൊണ്ട് പറഞ്ഞു, ഭാഗ്യമൊന്നുമല്ല, എന്റെ കഴിവ് കൊണ്ടും ഞാൻ കഷ്ടപ്പെട്ടതിന്റെയും ഫലമാണ് എന്ന് അവരോട് തിരിച്ചു പറയാം. അത് അറഗന്റ് ആയിട്ടും പറയണ്ട. ഓക്കെ, എന്നാൽ ഒരു എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടും പറയാം. ഇതിന്റെ ഇടയിൽ നിൽക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. ഹയസ്റ്റ് പോസിബിൾ വേർഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അതിലേക്ക് എത്തണം. അപ്പൊ അത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കിങ് ഓഫ് വാൻസ്, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്നേഹത്തിന്റെ ഭാഗം, നിങ്ങളോട് കൈൻഡ് ആയിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം. കൈൻഡ് കോൺഫിഡന്റ് വേർഷൻ. ഓക്കെ,
നിങ്ങളുടെ കഴിവില് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവേണ്ടത്. ഓക്കെ, മറ്റുള്ളവര് നിങ്ങളെ വിശ്വസിച്ചിട്ട് അവര് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആ കഴിവ്, എന്റെ ആ കഴിവ് നല്ലതാണ്, എനിക്ക് ആ കഴിവുണ്ട്. അല്ല, ആദ്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക. ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്കിൽ നിങ്ങളുടെ ഉപയോഗിച്ച് നിങ്ങൾ ഇതുവരെ എന്തൊക്കെ നേടിയിട്ടുണ്ട്, ആ സ്കിൽ എപ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഔട്ട്കം കൊണ്ടുവന്നിട്ടുണ്ടോ, എന്തെങ്കിലും സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും അതുകൊണ്ട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ മൂലം, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കില്ലാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം. എക്സ്റ്റേണൽ വാലിഡേഷന് വെയിറ്റ് ചെയ്യരുത്. വേറൊരാൾ വന്നിട്ട് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ്, നിങ്ങൾക്ക് ആ കഴിവുണ്ട്, നിങ്ങൾക്ക് ഈ കഴിവുണ്ട് എന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു എൻകറേജ്മെന്റ് ഒക്കെ നിങ്ങൾ സ്വയമാണ് നൽകേണ്ടത്. ഓക്കെ, ഫിയർലെസ്ലി നിങ്ങളുടെ കഴിവുകളെ എംബ്രേസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു വേർഷനെ നിങ്ങൾ ചേർത്ത് നിർത്തി അതിൽ അഭിമാനിക്കുക. അതാണ് കിങ് ഓഫ് വാൻസ്. ആ എനർജിയിലേക്ക് നിങ്ങൾ എത്തണം. അതുപോലെ നിങ്ങളുടെ ബാഹ്യ സൗന്ദര്യം, ബാഹ്യ രൂപം, അത് യുണീക്ക് ആണെന്ന് മനസ്സിലാക്കുക. സൊസൈറ്റി പല സ്റ്റാൻഡേർഡും വെക്കും, അത് വെക്കുന്നതും മനുഷ്യരാണ് അഗെയിൻ. ഓക്കെ, അപ്പൊ അവരുടെ പെർസ്പെക്റ്റീവിന്റെ ബേസിലാണ് അവർ ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ളത്. അത് ഒരു നിയമമോ അല്ലെങ്കിൽ അതൊരു ഫാക്റ്റോ അല്ല. അങ്ങനെ ഒരു റൂൾ എവിടെയില്ല എല്ലാവരും ഇതുപോലെ ആയിരിക്കണം, എല്ലാവരും വെളുത്ത നിറത്തിലുള്ളവരായിരിക്കണം, അങ്ങനെ ഒരു റൂളും എവിടെയില്ല. നമ്മുടെ സൊസൈറ്റിയുടെ പ്രത്യേകതയാണ് വെളുത്ത നിറമാണ് സൗന്ദര്യം എന്ന് ചിന്തിക്കുന്നത്. വെളുപ്പാണ് സൗന്ദര്യം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ രീതിയാണ്. ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പുറം നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കൂ, അവിടെ വെളുപ്പിനും കറുപ്പിനും വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് തീരെ നോക്കില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ഒബ്സസീവ് അല്ല ഈ കാര്യത്തിൽ. ഓക്കെ, കുറെ പേർക്ക് നമ്മളുടെ ആ ഒരു നിറത്തിലേക്ക് എത്താൻ താല്പര്യമുള്ളവരാണ്. കാരണം അവർക്ക് ഫീൽ അവര് സ്വയം അവര് പറയുമ്പോൾ ഈ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫെയർ ആണ് അല്ലേ, പക്ഷെ അവര് കുറെ അവരെ തന്നെ പറയാം ലൈഫ്ലെസ് ആയിട്ടാണ് തോന്നുക എന്നാണ് സ്വയം. ഒരു ഫ്രഷ് ലുക്ക് ഇല്ല, ഒരു ലൈഫ്ലെസ് എനർജി ആണെന്നാണ് അവരെ കുറിച്ച് പറയാം. അപ്പൊ അവർക്ക് നമ്മളുടെ ആ ഒരു ഷെയ്ഡ്, നമ്മളുടെ ആ ഒരു സ്കിൻ ടോൺ, അതിനൊക്കെ ഭയങ്കരമായിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ സ്കിൻ കെയർ എന്താണെന്നൊക്കെ അറിയുന്ന ഒരാൾക്കാരാണ്. നമ്മുടെ നാട്ടിലാ ചോദിക്കില്ല. നമ്മുടെ നാട്ടിൽ ആകപാട് ചോദിക്കുക നല്ല നല്ല വെളുത്തിരിക്കുന്ന ആൾക്കാരെ ചോദിക്കാൻ ചോദിക്കുക എന്താ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ഇത്ര നിറം വെച്ചേ. നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവം ഉണ്ടായിരിക്കും ഇല്ലേ? പിന്നെ ഞാൻ പേഴ്സണലി കേൾക്കാറുള്ള കാര്യമാണ്, കാണാൻ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു എന്താ പറയാ, ചിലരൊക്കെ ഉണ്ട് നിറം. ഓക്കെ, നിറം എന്താണ് പ്രത്യേകത വെച്ചാല് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഹൈഡ് ചെയ്യാൻ ഈ വെളുപ്പ് നിറം സഹായിക്കും. ഓക്കെ, ഓരോരുത്തരുടെ സൗന്ദര്യം ഉണ്ട്. പക്ഷേ ബ്ലൈൻഡ് ആയിട്ട് നിറത്തിന്റെ ബേസിൽ ഒരാള് സുന്ദരിയാണ്, സുന്ദരനാണ്, അല്ലെങ്കിൽ നിറം കുറഞ്ഞതുകൊണ്ട് സുന്ദരനല്ല, സുന്ദരിയല്ല എന്ന് പറയുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ജനറേഷനിലുള്ള ആളുകളും ഉണ്ട്. ഓക്കെ, ഈവൻ മില്ലേനിയൽസ് ഉണ്ട്. മില്ലേനിയൽസിനാണ് കുറേയും കൂടെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് കിടക്കുക. പക്ഷെ അതിൽ പോലും അങ്ങനത്തെ ആളുകളുണ്ട്. അവർ പറയുമ്പോൾ എങ്ങനെയാ, ഒരു ഭംഗിയിലാന്നേ കാണാൻ, കറുത്തിട്ട് തടിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങള് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാനായിക്കോട്ടെ, എന്റെ ചേച്ചിയായിക്കോട്ടെ, കറുത്തതും തടിച്ചുകൊണ്ട് എന്താ എന്നാണ് ചോദിക്കുക. അതപ്പോ അവർക്ക് ഭയങ്കര ഒരു അക്വേർഡ് എനർജി. അപ്പൊ അങ്ങനെയല്ല, പക്ഷെ എന്നാലും ഇതേ ആൾക്കാര് നിറമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല നിറമുള്ള നല്ല കുട്ടികളാണ്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല വെളുത്തിട്ട്, ഓക്കെ, അധികം വണ്ണമൊന്നും ഇല്ലാതെ. ഇത് സൊസൈറ്റി, അതായത് ചില മനുഷ്യന്മാര് അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയ റൂൾസ് ആണ്. പിന്നെ ഇപ്പൊ ഈ ഇൻഫ്ലുവൻസിങ് ഒരു എന്താ പറയാ നമ്മളെ ജീവിക്കുന്നത് കൊണ്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവര് ഇങ്ങനെ സ്റ്റാൻഡേർഡിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അവർ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ഇത് മൂലം ഇൻസെക്യൂരിറ്റി ഉണ്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ടീനേജേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും എന്റെ റീഡിംഗ് കാണണമെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ കംഫർട്ടബിൾ ആകണം. നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഒറ്റ കാര്യത്തിനാണ്, നിങ്ങളുടെ സ്കിൻ ടോൺ എന്തുമായിക്കൊള്ളട്ടെ, ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവണം, ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടായിരിക്കണം. നിങ്ങൾ ഹെൽത്തി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കിൻ നല്ല ഭംഗിയായിട്ടിരിക്കും. ടോണിൽ വ്യത്യാസം വരുന്ന ഞാൻ പറഞ്ഞില്ല, ടോൺ മാറ്റാൻ നിൽക്കരുത്, അത് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, സ്കിൻ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ അതനുസരിച്ച് അത് ഗ്ലോയിങ്ങും ആയിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ആരോഗ്യം ഉണ്ടായാൽ സൗന്ദര്യം തന്നെ വന്നോളും. ആ സൗന്ദര്യം ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്, ആരോഗ്യത്തോട്ടുള്ള സൗന്ദര്യം. ഓക്കെ, അപ്പൊ മറ്റുള്ളവർ പറയുന്നത് കേട്ട്
ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് അത് ഇതും വാരി തേക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളിൽ ഉണ്ടാകാതെ നിങ്ങൾ നോക്കണം. അത് നിങ്ങളുടെ കടമയാണ്. ആ ലെവൽ ഓഫ് സെക്യൂരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ബാഹ്യ രൂപത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റണം. അപ്പൊ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ഈ പറയുന്ന ഞാൻ ഈ സൊസൈറ്റിയുടെ ഇതിൽ പറഞ്ഞാൽ നിറമില്ലാത്ത ഒരാളാണ്. ഓക്കെ, ഇത് നിറം ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതായത് എൻ്റെ നാട്ടിലൊക്കെ നിറമില്ല തോന്നി. എന്നെ ഒരുപാട് ടീനേജ് പ്രായത്തിൽ എന്നെ ഒരുപാട് അത് എനിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. എനിക്ക് ഡാൻസ് കളിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. കുറേ ഡാൻസിനും ഞാൻ പങ്കെടുക്കാത്തത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യില്ല, കാരണം നിറമില്ല. ഓക്കെ, നിറമില്ല എന്ന് പറഞ്ഞിട്ട് വെളുപ്പ് നിറമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാനായിട്ട് ഇനീഷ്യേറ്റ് എടുക്കില്ല, കാരണം എനിക്ക് ഒരു എന്താ പറയുക, എനിക്ക് കാണാൻ ഭംഗിയില്ല എന്നൊരു തോന്നൽ. ഈ ഒരു ഭംഗിയില്ല എന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ കുറേ കാലം എടുത്തു. ലേറ്റ് 20s എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് എൻ്റെ ഐഡന്റിറ്റിയാണ്. ഈ സ്കിൻ ടോൺ, എൻ്റെ ഈ ഫേസ്, എൻ്റെ ഫീച്ചേഴ്സ്, ഇത് എൻ്റെ ഐഡന്റിറ്റിയാണ്. ഇതാണ് ഞാൻ. മറ്റുള്ളവരെ പോലെ ആകാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഐഡന്റിറ്റിനെയാണ് ഞാൻ അവിടെ ഇല്ലാതാക്കുന്നത്. എൻ്റെ ഈ ഫീച്ചേഴ്സും എൻ്റെ ഈ സ്കിൻ ടോണും ഒക്കെയാണ് എന്നെ ഞാനായി നിർത്തുന്നത്, എന്നെ യുണീക്ക് ആക്കുന്നത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ എൻ്റെ സ്കിൻ ടോണിനെയും എൻ്റെ ആ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സിനെയും എൻ്റെ ആ ഒരു ഞാൻ എൻ്റെ ശരിയായ രൂപത്തിനെ ഞാൻ എംബ്രേസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവുന്നതിനും ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാകുന്നതിനും ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി തുടങ്ങിയപ്പോൾ ഇപ്പം എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ സ്കിൻ ടോണിൽ വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, ഞാനിപ്പോഴും ഇരുനിറമുള്ള കുട്ടി തന്നെയാണ്. പക്ഷെ എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. അതെന്താ വെച്ചാൽ അവിടെ ഞാൻ സ്വയം വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, എൻ്റെതായ സൗന്ദര്യമുണ്ട്, എൻ്റെ ഫീച്ചേഴ്സ് നല്ല അട്രാക്റ്റീവ് ആണ്, എൻ്റെ സ്കിൻ ടോൺ നല്ലതാണ്. അങ്ങനെ അവിടെ എൻ്റെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഇല്ല. എൻ്റെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമ്പോൾ ചുറ്റുള്ളവരും അതേ രീതിയിൽ നമ്മളോട് പെരുമാറും. എല്ലാം എനർജി ആണെന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇൻസെക്യൂരിറ്റീസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്താൻ പറ്റില്ല. ആ ഇൻസെക്യൂരിറ്റീസിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം. അതിന് സ്വയം ഇങ്ങനത്തെ ഒരു പെപ് ടോക്ക് ഒക്കെ നല്ലതാണ്. ഓക്കെ, നിങ്ങളെ യുണീക്ക് ആക്കുന്നതാണ് നിങ്ങളുടെ ഫീച്ചേഴ്സ്, നിങ്ങളുടെ സ്കിൻ ടോൺ, നിങ്ങളായിരിക്കുന്ന ഒരു രീതി. ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ, ഹെൽത്തി ആയിട്ടുള്ള ബോഡി, ഹെൽത്തി ആയിട്ടുള്ള ഹെയർ, ഇതിലേക്ക് ഫോക്കസ് ചെയ്യാം. അതുപോലെ ഹെയറിലും ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ. ഒരുപാട് നാളെ എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോലമുടിയാവണം, അപ്പളാ ഭംഗി. നമ്മുടെ നാട്ടിലുണ്ട് അത്, കോലമുടി. ചുരുണ്ട മുടിക്ക് എന്തോ ചുരുണ്ട മുടി ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോ എന്ന് തോന്നുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മുടെ ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ ഒക്കെ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ഈ നാട്ടിലെ നമ്മുടെ ശരിക്കും ഒത്തന്റിക് ആയിട്ടുള്ളത് ചുരുണ്ട മുടിയാണ്. എന്ത് ഐറോണിക് ആണല്ലേ, വിരോധാഭാസം. നമ്മളുടെ സ്വയം, അതായത് നമ്മുടെ സമൂഹത്തിൽ തന്നെ അങ്ങനത്തെ നിയമങ്ങളാണ്. അതായത് ചുരുണ്ട മുടി ഭംഗിയില്ല, കോലമുടി ഭംഗിയാണ്. ചിലർക്ക് അത് ജന്മനാൽ കോലമുടി ഉള്ളവരുണ്ട്. അത് അവരുടെ ജെനറ്റിക്, അവരുടെ ആ ഒരു മുന്നത്തെ ആളുകളെ എടുത്തൊക്കെ ആരുടെയെങ്കിലും ഉള്ള ഫീച്ചറാണ് അവരിലേക്ക് എത്തുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ കംപ്ലീറ്റ്ലി കേരള ഒറിജിൻ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ചുരുണ്ട മുടിയാണ് ആയിരിക്കുക. വേവി കേളി ഹെയർ, അതിനെ അതുപോലെ എംബ്രേസ് ചെയ്യാം. കുറെ നാൾ അതിനെ നീട്ടുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. ഭാഗ്യത്തിന് എന്തോ ഭാഗ്യം പോയി സ്ട്രൈറ്റനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പാർലറിൽ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ആ ചേച്ചി നല്ലതായിരുന്നു. ആള് പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോ എൻ്റെ ഹെയർ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ്. എൻ്റെ ഹെയറിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. സ്ട്രൈറ്റനിങ് ഞാൻ ചെയ്യാറില്ല, ഒരു ഹീറ്റിംഗ് ടൂൾസും അടുപ്പിക്കാറില്ല. അങ്ങനെ പാർലറിൽ പോയി ട്രീറ്റ് ചെയ്യാതും എനിക്ക് താല്പര്യമില്ല. പക്ഷെ എൻ്റെ മുടിക്ക് എൻ്റെ മുടിയുടേതായ ആ ഒരു ചുരുളിച്ചയും ആ ഒരു വേവിനെസ് അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് വളരെയധികം എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടുന്നു എൻ്റെ ഹെയറിനെ സംബന്ധിച്ച്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എന്ത് എനർജിയിലായിരിക്കുന്നു അതാണ് നമ്മളിലേക്ക് വരിക എന്നുള്ളത്. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്നുള്ള എനിക്ക് എൻ്റെ ലൈഫിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസുകളാണ് ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവൽ ഓഫ് സെക്യൂരിറ്റി, അതാണ് കിങ് ഓഫ് വാൻസിന്റെ സെക്യൂരിറ്റി. കിങ് ഓഫ് വാൻസ് എങ്ങനെ വിചാരിക്കുന്നത് വെച്ചാൽ, ഞാനാണ് ഏറ്റവും സുന്ദരൻ, ഞാനാണ് ഏറ്റവും അട്രാക്റ്റീവ്, ഞാനാണ് ഏറ്റവും സക്സസ്ഫുൾ. എന്തൊരു കാര്യത്തിന് ഞാൻ ശ്രമിച്ചാലും ഞാൻ അതിൽ സക്സസ്ഫുൾ ആയിരിക്കും, ഞാൻ അതിൽ നമ്പർ 1 ആയിരിക്കും, ഞാനാണ് ദ ടോപ്പ് മോസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ഇതിനൊക്കെ ആളുടെ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആൾക്ക് ആ വിശ്വാസം ആദ്യമേ ആളുടെ ഉള്ളിലുണ്ട്. ആ വിശ്വാസം കൊണ്ട് മുന്നിലോട്ട് പോകുന്നത് കൊണ്ട് ആളുടെ ലൈഫിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും ഈ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഇതാണ് നിങ്ങൾക്കും വേണ്ടത്. ഓക്കെ,
Clarify the Four of Cups. Clarify the Queen of Pentacles. ഓക്കെ അഗെയിൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഡിസിപ്ലിൻ ലൈഫ്. ഈ ഒരു മെസ്സേജ് എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ റീഡ് ചെയ്തപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മലയാളത്തിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഡിസിപ്ലിൻ ഉള്ള ജീവിതം, കുത്തഴിഞ്ഞൊരു ജീവിതം പാടില്ല. ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് മാറണോ? കുത്തഴിഞ്ഞ ജീവിതത്തോടുകൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ എത്തില്ല. ഓക്കെ, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്തുകൊണ്ട്, പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉയർച്ച കൊണ്ടുവരുന്ന, നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്ന കാര്യങ്ങൾ, അതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റീസ്. ഓക്കെ, ചിലർക്ക് അത് ഹീലിംഗ് ആയിരിക്കാം, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലേക്ക് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് നിരന്തരമായി എടുത്തുകൊണ്ട് ഉള്ള ഒരു ജീവിതം, ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ബൈ ഫോക്കസിങ് ഓൺ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫേവറിൽ നടക്കുന്നത് എന്നതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, ഡേ ടു ഡേ ലൈഫിൽ എന്താണ് എനിക്ക് ഇന്ന് ഫേവറായിട്ട് സംഭവിക്കുന്നത് എന്ന് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഫോക്കസ് ചെയ്ത് അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് അത് നടക്കുമ്പോൾ അതിൽ സന്തോഷിച്ച് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് നിങ്ങളുടെ പ്രയോറിറ്റീസ്, നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ആ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച കൊണ്ടുവരുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി കൊണ്ടുവരുന്നതിനും വേണ്ടുന്ന കാര്യങ്ങൾ, അതാണ് നിങ്ങളുടെ പ്രയോറിറ്റി. അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ അതിനു വേണ്ടി കൺസിസ്റ്റന്റ് ആയി ആക്ഷൻ എടുത്ത് ഒരു ഡിസിപ്ലിൻ ലൈഫ് റുട്ടീൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അത് നിങ്ങൾ ഫോളോ ചെയ്യണം ലൈഫ് ലോങ്. ഓക്കെ, ആദ്യത്തെ കുറച്ച് നാൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കൃത്യം ഒരു സമയത്ത് എഴുന്നേൽക്കാനായിട്ട് ശീലിക്കുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കും, ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എനർജി, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്ന എനർജീസ് റിലീസ് ചെയ്യുന്നതിനും ഓക്കെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും, വളരെ നല്ലതാണ്. അപ്പോൾ ഒരുപാടൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് വാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നടത്തം, നിങ്ങൾക്ക് എന്നും ഒരു വാക്കിങ്ങിന് ഒരു സ്ഥലം ഉണ്ട് എന്ന് വിചാരിക്കൂ, പോവാ, ഒരു അരമണിക്കൂറൊക്കെ നടന്നിട്ട് വരിക എല്ലാ ദിവസവും. ഇത്രയും നല്ലൊരു എക്സസൈസ് വേറെ ഇല്ല. അഗെയിൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പുറത്തായിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമ്മുടെ നാട്ടിൽ നിറയെ ഓട്ടോ കാര്യങ്ങൾ അല്ലേ, അവിടെ ഒന്നും ആരും അധികം ഓട്ടോ ഇല്ല, ബസ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ മെട്രോ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ട്രാം ഉണ്ട്. ഒരുപാട് സമയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ട്രാമിലൊക്കെ പോകുമ്പോൾ നല്ല രസം. കാരണം ഈ സിറ്റീസിന്റെ ഉള്ളിൽ കൂടെ ആ ഒരു സെന്ററിൽ കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ കൊണ്ട് നമ്മളിങ്ങനെ പോകും, പക്ഷെ പതുക്കെ പോകും. അപ്പൊ ഇത്രയും സമയം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ അതിൽ പോവാം, അല്ലെങ്കിൽ ബസ്സിൽ പോവുക, മെട്രോയിൽ കയറുക, അതായിരുന്നു എൻ്റെ റൂട്ട്. ഓക്കെ, അപ്പം ഒരുപാട് ദൂരം പോകണമായിരുന്നു, ഒരു 45 മിനിറ്റ്സിൻ്റെ ഒക്കെ മെട്രോയിൽ മാത്രം ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പം അവിടേക്ക് എത്താൻ എനിക്ക് ആദ്യം ഒരു 10 മിനിറ്റ്സ്, 5 to 10 മിനിറ്റ്സ് ഒരു ബസ് യാത്ര ഉണ്ടായിരുന്നു. ഈ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ എനിക്ക് ആക്ച്വലി അരമണിക്കൂർ നടത്തം ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു അരമണിക്കൂർ ഏകദേശം, അങ്ങനെ തന്നെ പറയാം. അപ്പൊ പക്ഷെ നമ്മൾ ആ നാട്ടില് ഒന്നില്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നടക്കുക, ഇതാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുക. അത് ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നടക്കാൻ നടക്കും, അതൊരു ഇഷ്യൂവേ അല്ല. അവിടെ സേഫ് സ്പേസ് ഉണ്ട് നമുക്ക് നടക്കാൻ. നമ്മുടെ നാട്ടിലൊന്നും അതില്ല. ഒരു എന്താ പറയാ, നടക്കാനായിട്ട് ഒരു പെഡസ്ട്രിയൻസിന് ഒരു വഴി ഇല്ല. ഓക്കെ, ഇപ്പൊ NH പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലവും ഇല്ല നമുക്ക് നടക്കാം, അവിടെ വണ്ടി ഇല്ലാതെ വേറെ ഒന്നും പറ്റില്ല. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് റൂട്ടിലും നടക്കാൻ സ്ഥലമുണ്ട്, റോഡിന്റെ രണ്ട് സൈഡിലും പെഡസ്ട്രിയൻസിന് പാത്തുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ വളരെ സത്യസന്ധമായി പറഞ്ഞത്, ഞാൻ ഒരു എക്സസൈസ് ചെയ്തിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റൂം ഷെയർ ചെയ്യുക ചെയ്തിരുന്നത് ഒരാളായിട്ട്. പിന്നെ നമ്മുടെ റൂം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ താഴെയുള്ളവർക്ക് ഭയങ്കര ശബ്ദമാണ്, അത് അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാനിത് പേഴ്സണൽ അനുഭവിച്ചതുകൊണ്ട് ഞാൻ വളരെ കൺസേൺഡ് ആയിരുന്നു ആ കാര്യത്തെക്കുറിച്ച്. പിന്നെ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഒരു ഫൈനാൻഷ്യൽ സെറ്റപ്പ് എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ട്രെയിനി ആയിട്ടാണ് ചെയ്യുന്നത്, അപ്പൊ അതിനുള്ള സാലറി ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ താമസിച്ച സിറ്റി എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പൊ അവിടെ നമ്മൾ മാക്സിമം ചെലവ് ചുരുക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ആയിരുന്നത്. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളാണ് ഇതൊക്കെ, ആ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ അറ്റൈൻ ചെയ്യാനും ഒക്കെ. അപ്പൊ ഞാൻ അതിനാണ് ആ സമയമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പക്ഷെ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോൺഡ് ആയിട്ടായിരുന്നു ഇരുന്നത്, ഭയങ്കര ടോൺഡ് ആയിട്ട്. ഞാൻ നന്നായി ഫുഡ് കഴിക്കുമായിരുന്നു,
അപ്പൊ അവിടെ ആയിരുന്നു പറയുമ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ല. ഓക്കെ, കാലത്ത് ഈ പറഞ്ഞ പോലെ ബ്രെഡ് ഒക്കെയാണ് കഴിക്കുക. എനിക്ക് ഹെവി ആയിട്ട് ഫുഡ്, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എനിക്ക് ഹെവി ആയി കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആ ദിവസം എന്റെ പോകും. എനിക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു. ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഞാൻ കഴിച്ചിരുന്നത്. സ്റ്റിൽ എന്റെ ബോഡി വളരെ ഒതുങ്ങിയതായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെയുള്ളവർക്ക് അവിടെയുള്ളവർ ഈ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. എന്റെ ചുറ്റും ഇരിക്കുന്നവർ ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പൊ അവര് അധികം കാർബ് കഴിക്കില്ല, അത് കഴിക്കില്ല, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, സാലഡ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പാസ്ത, അവിടുത്തെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാസ്താസ് ആണ് ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റൈസ്, ഇതൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അത് എൻജോയ് ചെയ്തിരുന്നത്. അവർക്കത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവർ ചോദിക്കുന്നത്, എപ്പോഴും ചോദിക്കുന്നത് എന്ത് ഇങ്ങനെ ഇരിക്കണേ, ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ എന്നുള്ളതാണ് അവരെ ചോദ്യമായിരുന്നത്. സംഭവം പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത്. കാരണം ഈ ഒരു നടത്തം ഉണ്ടല്ലോ, അതായത് എൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള ഒരു നടത്തം, അത് ടു ആൻഡ് ഫ്രോ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ എക്സസൈസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ശരീരം ഭയങ്കര ഒരു ഹെൽത്തി ആയിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. ആ ഒരു എനർജി ആയിക്കോട്ടെ, പിന്നെ ഞാൻ പറഞ്ഞു വെൽ ടോൺഡ് ആയിരുന്നു എൻ്റെ ബോഡി. അപ്പൊ അങ്ങനെ വാക്കിങ്ങിന് അത്രയും എഫക്ട് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നടക്കാനായിട്ട് ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നടക്കുക. ഓക്കെ, വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല എന്നാണെങ്കിൽ നടക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജിം മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയി പോവുക. അങ്ങനെ ഒരു ഓർഡർ ലൈഫിൽ ഉണ്ടാവണം, ഒരു പ്രോപ്പർ റുട്ടീൻ ഉണ്ടാവണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഡിസിപ്ലിൻ, ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഓരോ മേഖലയിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഓരോ സമയത്തും എന്താണ് ഇപ്പോഴത്തെ എൻ്റെ പ്രയോറിറ്റി, എന്തിലാണ് ഞാൻ ശ്രദ്ധ കൊടുക്കേണ്ടത്, എന്തിനെയാണ് ഞാൻ മാറ്റി നിർത്തേണ്ടത് എന്നൊരു കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ വളരെ മെച്ചോർ ആയിക്കൊണ്ട് ലൈഫിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ആ ഒരു ലെവൽ ഓഫ് മെച്ചോറിറ്റി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് ലൈഫിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണണം. ഇപ്പൊ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഫേവറായി നടക്കുന്ന കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാനായിട്ട് മനഃപൂർവ്വം അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. കുറച്ച് നാളുകൾ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യേണ്ടി വരും, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇതൊക്കെയാണ് നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, സ്വീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും എംബ്രേസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും, മൈ ഡിയർ ഗ്രൂപ്പ് 2. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് കൺസിഡർഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, വളരെ കുറച്ച് ക്ലൂസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെങ്ങനെ എന്താ പറയാ, പോസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ തന്നെ തരാവുന്നതേ ഉള്ളൂ. 2 നാളുകൾ കിട്ടിയിട്ടുണ്ട്, ഉത്രട്ടാതി കിട്ടിയിട്ടുണ്ട്, ആയില്യം. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജന്മ നക്ഷത്രം ആയിരിക്കാം കേട്ടോ. നിങ്ങൾക്ക് വൃശ്ചികം രാശി, നിങ്ങൾ വൃശ്ചികം രാശിയിൽ ജനിച്ച ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വൃശ്ചികം രാശി നിങ്ങളുടെ സൺ മൂൺ റൈസിംഗ് സൈൻ വൃശ്ചികം രാശി ആയിരിക്കാം. ബുധനാഴ്ച, നിങ്ങൾ ജനിച്ച ദിവസം ബുധനാഴ്ച ആയിരിക്കാം. പിന്നെ നിങ്ങളുടെ ജനന തീയതി എന്ന് പറയുന്നത് 10, 26, 30 ഇതിലേതെങ്കിലും ഒന്ന് ആകാം. ഓക്കെ, ഇത്ര ക്ലൂസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നുകൂടെ നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് അവരുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്? Okay, clarify the 10 of Swords.
Clarify the High Priestess. Okay. അതായത് എൻഡിങ്സിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതായത് അവസാനിച്ചതിനെ അവസാനിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസാനിച്ച അധ്യായങ്ങളെ റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതായത് അത് അവസാനിച്ചു എന്ന് നിങ്ങൾ ആ സത്യം, ആ യാഥാർത്ഥ്യത്തിന് നിങ്ങൾ അംഗീകരിക്കണം. ഇവിടെ എന്താ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിങ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്പർ 9 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് 0909949959 ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അണ്ടർലൈൻ എനർജി നോക്ക് 6 of Swords. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചില എനർജീസ്, ഓക്കെ, ചില കഴിഞ്ഞു പോയ കാലത്തിലെ ചില ഓർമ്മകളായിരിക്കാം, ചില അനുഭവങ്ങളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം. നിങ്ങൾ അതിനെ ചേർത്ത് പിടിച്ചിട്ട് എപ്പോഴും ജീവിക്കുന്നത്. അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നടക്കില്ല. ഓക്കെ, അങ്ങനെ മാറ്റങ്ങൾ വരില്ല. കാരണം ഈ പറയുന്ന എനർജീസ്, ഈ കഴിഞ്ഞു പോയ കാലത്തുള്ള ഈ കാര്യങ്ങൾ, നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. അതിനെ നിങ്ങൾ റിലീസ് ചെയ്യണം. നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് നിങ്ങൾ ഈ പാസ്റ്റ് റിലീസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഷിഫ്റ്റ്, നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഉണ്ടാകുന്ന അപ്ഗ്രേഡ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഓക്കെ, നിങ്ങൾക്ക് കുറേ കൂടെ ഒരു പീസ്ഫുൾ എനർജിയിലേക്ക് നിങ്ങളാകും. കുറേ കൂടെ ലൈഫിൽ ഒരു ഫോർവേഡ് മൂവ്മെന്റ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളോട് നിങ്ങൾക്കറിയാം ഇൻറ്റ്യൂട്ടീവ്ലി ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുള്ളത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് അതിനനുസരിച്ച് സയൻസ് തരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ചിലപ്പോൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, യൂണിവേഴ്സായിട്ട് കുറേ കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ പാസ്റ്റ് എനർജീസിൽ നിന്ന് വിട്ടുപോരാൻ, നിങ്ങൾക്ക് അതിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കതൊരു ഭാരമാണ്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നത് ഒരു ഭാരം. ഈ ഒരു ഭാരം നിങ്ങളുടെ തോളിൽ അത്രയും കനം വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതാണ്. മനസ്സിലായോ? അത്രയും ഈ നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ ഈ പാസ്റ്റ് എനർജീസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം, നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എനർജീസ് ആണ്. അതിനെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഓക്കെ, ഇപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി, വ്യക്തത ആ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് കുറേ കൂടെ അതിന് ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും, അത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു എനർജിയാണ് അത് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത്. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അറ്റ് വൺ പോയിന്റ് നിങ്ങൾക്ക് ആ സത്യങ്ങളും ആ ക്ലാരിറ്റിയും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. അത് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഓക്കെ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആ ഒരു വ്യക്തതയുടെയോ ആ ഒരു സത്യത്തിന്റെയോ ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ആ പറയുന്ന സത്യത്തിന്റെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റിയുടെയോ ആവശ്യമില്ല. അതിന് അത്രേ പ്രാധാന്യമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. പിന്നെ അടുത്തതായിട്ട് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ലൈഫിൽ നിങ്ങൾ ലോങ് ടേം സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് കാണുന്നു. ഫാമിലിയിൽ നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റി ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫ്രഷ് ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് കണക്ഷൻ, എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആ ഒരു ലൈഫ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങൾ കുറേ കൂടെ ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഹയസ്റ്റ് പോസിബിൾ വേർഷനിൽ എത്തുന്നതിനൊപ്പം തന്നെ നിങ്ങളോട് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള പാർട്ട്ണറിനെയും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന്, ഇത് രണ്ട് കാര്യം നടക്കുന്നതിന്, ഈ ഒരു ലവ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ ഒരു നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ആ ഒരു ടെൻഡൻസി, അത് യൂണിവേഴ്സ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ അറിയിക്കുന്നുണ്ട്, നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ അറിയിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്താ പറയാ, നിങ്ങളത് അത് ശ്രദ്ധിച്ചതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. ആ നിയന്ത്രിക്കാനുള്ള ടെൻഡൻസി നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, യൂണിവേഴ്സ് അത് കൃത്യമായി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. വേരിയസ് സയൻസിലൂടെ ആയിരിക്കാം നിങ്ങൾ അറിയിക്കുന്നുണ്ട്, നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ആ നിയന്ത്രണത്തിനെ വിട്ടുകളയുക, നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് യൂണിവേഴ്സ് അയച്ചു തരുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷെ നിങ്ങൾ അത് എന്താ പറയേണ്ടത്, നിങ്ങൾ ആ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സയൻസിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ ഇവിടെ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുമ്പോഴേ, ഓക്കെ, അതായത് ആ ഒരു വ്യക്തി എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത്, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്.
റൈറ്റ് ടൈം, ആ വിചാരിച്ച സമയത്ത് വിചാരിച്ച പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് എത്തും. അതായത് യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച്, യൂണിവേഴ്സിന്റെ ടൈമിംഗ് അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി വരും. പക്ഷെ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, യൂണിവേഴ്സ് എപ്പോഴാണോ ആ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ആരാണോ ആ വ്യക്തി, അതെനിക്ക് ചേർന്ന ഒരാളാണ്, യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ്, അപ്പൊ എനിക്ക് ഏറ്റവും ചേർന്ന പാർട്ട്ണറാണ്, ഏറ്റവും റൈറ്റ് ടൈമിലാണ് സംഭവിക്കുക എന്ന വിശ്വാസത്തോടെ അത് സ്വീകരിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ്ലി ആവാൻ പറ്റണം. മനസ്സിലായോ? ഈ എനർജിയിലേക്ക് നിങ്ങൾക്ക് കോൺസ്റ്റന്റ്ലി ആവാൻ പറ്റണം. മാത്രമല്ല പ്രസന്റ് മൊമെന്റിലായിരിക്കണം. പ്രസന്റ് മൊമെന്റ്, ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ആ ഒരു ടെൻഡൻസി നിർത്തുക. അപ്പൊ നിങ്ങൾ ഇവിടെ കൂടുതലായി ഫ്യൂച്ചറിൽ ജീവിക്കുന്നത്, എസ്പെഷ്യലി നിങ്ങൾക്കൊരു ഡെസ്പറേഷൻ കാണുന്നു. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തതിന്റെ ഒരു വിഷമം, ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നല്. മേ ബി നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്, നിങ്ങളുടെ അതേ പ്രായത്തിലുള്ളവർക്കൊക്കെ ഇപ്പോൾ പാർട്ട്ണറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പാർട്ട്ണർ ഇല്ല എന്നുള്ളൊരു വിഷമം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഒറ്റയ്ക്കാണ്, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറെ ചിന്തകൾ മൂലം നിങ്ങൾക്കൊരു ഡെസ്പറേഷൻ ഉണ്ട്, എത്രയും പെട്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ യൂണിവേഴ്സിനോട് നിങ്ങൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. പാടില്ല. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഹയസ്റ്റ് വേർഷനിലേക്ക് എന്താ പറയുക, സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതിന്, ആ ഒരു വേർഷനിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഒരു കണക്ഷനുമായിട്ട് അലൈൻഡ് ആവും. നമ്മുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷൻ എന്ന് പറഞ്ഞാൽ, ആ വേർഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും അനായാസം, ഒരു പ്രശ്നമില്ലാതെ, ഒരു കാലതാമസമില്ലാതെ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പാർട്ട്ണർ, നമ്മൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ്, നമ്മുടെ കരിയർ എല്ലാം. ഓക്കെ, അതൊരു ഹൈലി മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ആ ഒരു ഹയസ്റ്റ് പോസിബിൾ വേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന്, നിങ്ങളിൽ അപ്ഗ്രേഡ് ഉണ്ടാകുന്നതിനായിരിക്കണം നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യത്തിലുള്ള ഒരു അനാവശ്യ ഡെസ്പറേഷൻ, അത് നിങ്ങളോട് റിലീസ് ചെയ്യാൻ പറയുന്നത്. ഇത് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. റിലീസ് ചെയ്യുക, കൺട്രോൾ റിലീസ് ചെയ്യുക, ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആകുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഇതല്ലാതെ നിങ്ങൾക്കൊരു ചോയ്സ് ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഇതിനെ എത്രത്തോളം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം കാര്യങ്ങൾ നേരം വൈകുന്നതിന്, കോംപ്ലിക്കേറ്റഡ് ആകുന്നതിനുമാണ് സാധ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് ആ ഒരു ഡിവൈൻ യൂണിയനിലേക്ക് നിങ്ങൾ എത്തുന്നത്. ഈ കാർഡ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ, ഈ ഒരു ഡെസ്പറേഷൻ, ഈ ഒരു കൺട്രോളിങ് ടെൻഡൻസി നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവരെ എംബ്രേസ് ചെയ്യേണ്ടത്, അവരെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് അവർ എംബ്രേസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ക്ലാരിഫൈ ദ 2 of cups, clarify the King of Wands, ഓക്കെ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് ഉണ്ട്, നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി ഉണ്ട്, ഓക്കെ, വളർച്ചയുണ്ട്. 3 of Wands അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിലേക്ക് എത്തുന്നതിന് ഓക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രസന്റ് മൊമെന്റിലുള്ള എനർജീസ്, അപ്പൊ അതുമായി അലൈൻ ചെയ്ത് നിൽക്കുന്ന എനർജീസ് ഉണ്ട്. അത് ചില ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, ചില കണക്ഷൻസ്, റിലേഷൻഷിപ്സ് ആയിരിക്കാം, ഓക്കെ, ചില വ്യക്തികളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം. ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് വളരെയധികം ഫ്രൂട്ട്ഫുൾ ആവും, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് എത്താൻ അവരുടെ സജഷൻസ്, അവരുടെ അഡ്വൈസസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാണ്, അവരോട് കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നു, നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് അടുത്തായിട്ട് എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ആ ഒരു ഭാവി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്യൂച്ചർ ലൈഫ്, അത് പോസിബിൾ ആണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് ഊട്ടിയുറക്കുകയാണ് ആ വ്യക്തിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പൊ അതിനർത്ഥം ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ ലൈഫുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആണ്. അപ്പൊ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ ലൈഫിന്റെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകുകയും അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് പോസിബിൾ അല്ല എന്നൊരു തോന്നലുണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആ ഒരു ഉത്സാഹത്തിനൊക്കെ തല്ലിക്കെടുത്തുന്ന പോലെയുള്ള രീതിയിൽ സംസാരിക്കുക, ആ ഒരു ഉത്സാഹമൊക്കെ ഇല്ലാതാക്കുക, നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ കൊണ്ടുവരാം, കൂടുതൽ ഒരു ആൻഷ്യസ് എനർജി കൊണ്ടുവരാം, അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആളുകളെ അകറ്റി നിർത്തുക. അവര് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ ലൈഫുമായിട്ട് അലൈൻഡ് അല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഓരോ എനർജീസ്, ഓക്കെ, അത് പീപ്പിൾ, പ്ലേസസ്, സിറ്റുവേഷൻസ്, സർക്കംസ്റ്റാൻസസ്,
ഓപ്പർച്യൂണിറ്റീസ്, ചോയ്സസ്, ഡിസിഷൻസ്, ഓക്കെ, ഓരോ എനർജീസും നിങ്ങൾ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാം. ഈ ഒരു വഴി അല്ലെങ്കിൽ ഈ ഒരു ചോയ്സ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്ഷൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത് ഞാൻ സ്വീകരിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് എത്തുന്നതിന് എന്നെ സഹായിക്കുമോ, അതുമായിട്ട് ഇത് അലൈൻഡ് ആണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് അങ്ങനെ അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അതിനെ മാത്രം ലൈഫിൽ പ്രോത്സാഹിപ്പിക്കുക. അല്ലാത്തതിനെ ലൈഫിൽ നിന്നും മാറ്റി നിർത്തുക, നിങ്ങളുടെ എനർജറ്റിക്കൽ ഫീൽഡിൽ നിന്നും അകറ്റി നിർത്തുക. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയി ചെയ്യേണ്ടത്. ഈ ഒരു ലെവൽ ഓഫ് എന്താ പറയണ്ടേ അനാലിസിസ് ആൻഡ് ഒരു എന്താ പറയണ്ടേ കറക്റ്റ് ഒരു വേർഡ് കിട്ടുന്നില്ല, ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ ലൈഫിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതുമായി അലൈൻ ചെയ്ത് നിൽക്കുന്ന എനർജീസിനെ മാത്രം ലൈഫിലേക്ക് സ്വീകരിക്കുക, അതിനെ മാത്രം എംബ്രേസ് ചെയ്യുക. ഈ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. Clarify the 8 of Wands. Clarify the Justice. Okay. അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എംബ്രേസ് ചെയ്യേണ്ടത് പറഞ്ഞാൽ മാറ്റങ്ങൾ. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്, ആ ഒരു വിക്ടറി, ഓക്കെ, ആ ഒരു സക്സസ്ഫുൾ ലൈഫ്, നിങ്ങളുടെ എഫേർട്സിന്റെ റിസൾട്ട്സ്, ഓക്കെ, അതാണ് ഈ വരുന്ന മാറ്റങ്ങൾ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ വരുന്ന മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ ആ ഒരു എഫേർട്സ്, നിങ്ങൾ എടുത്തിട്ടുള്ള നിങ്ങളുടെ പരിശ്രമം എന്താണോ അതിന്റെ ഫലം എന്താണോ ആ എൻഡ് റിസൾട്ടിലേക്കാണ് ഈ മാറ്റങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് അർഹതയുള്ള ഒരു മാറ്റം, നിങ്ങൾ അർഹിക്കുന്ന ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ എന്താണ്, അത്തരത്തിലുള്ള ചേഞ്ചസ് സംഭവിക്കുമ്പോൾ അതിന് 2 കൈ നീട്ടി വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റണം. അങ്ങനെ മാറ്റങ്ങളെ എംബ്രേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നു. ഓക്കെ, ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങൾക്ക് വേണം. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിരിക്കുക. നിങ്ങളെപ്പോഴും ഒരു ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ റെസ്പെക്ട്ഫുള്ളി അറിയിക്കുക. ഓക്കെ, അവിടെ സ്ട്രാറ്റജിക് ആവേണ്ട ആവശ്യമില്ല. എത്രത്തോളം ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് ആൻഡ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഒരു കോൺഫിഡൻസ് പോകണ്ടാവും. കാരണം നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലാംഗ്വേജ് ഒക്കെ പഠിക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ പറയുന്നു. കാരണം ഇറ്റ് വിൽ ഹെൽപ്പ്. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അതിനാണെന്ന് മനസ്സിലാക്കുക. ഭാവിയിൽ നിങ്ങളുടെ ആ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുമ്പം ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി, ഒരു അട്രാക്ഷൻ ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനോട് തോന്നുന്നത്. ഓക്കെ, മാത്രമല്ല ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ, ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ, അത് ഏത് ഭാഷയിലാണെങ്കിലും ആരോടാണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, ട്രൂത്ത്ഫുൾ ആയിട്ട്, ഓക്കെ, ഡയറക്റ്റ് ആയിട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക. അത് ശീലിക്കണം. അപ്പൊ അവിടെ നോ പറയേണ്ടവർക്ക് നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ മറ്റുള്ളവരായിട്ടൊരു അഭിപ്രായത്തിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് ഇതിനോട് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ ഇതിനോട് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, എന്റെ വ്യൂസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അവിടെ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ അത് അവസാനിപ്പിക്കാം റെസ്പെക്ട്ഫുള്ളി. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ എന്താ പറയാ അതിലെ ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ചിലവരുണ്ട്. അവരുടെ അഭിപ്രായങ്ങളെ മറ്റുള്ളവരെ തട്ടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന, എന്റെ ഭാഗം മാത്രമാണ് ശരി എന്ന്. അത് നിങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് അതിനില്ലാന്ന് ഉറപ്പുവരുത്താം. ആരെങ്കിലും നിങ്ങളോട് ഒരു അപ്രോച്ച് എടുക്കുകയാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അഭിപ്രായങ്ങളാണ് ശരി, അത് നിങ്ങൾ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളോട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ട് ബൗണ്ടറി ഇട്ട് അതിനോട് നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഈ രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പൺ, ട്രാൻസ്പെറന്റ്, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങൾക്ക് ശീലിക്കാൻ പറ്റണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താ പറയണ്ടേ, നിങ്ങൾ എംബ്രേസ് ചെയ്യണം. ആ സ്കിൽ, നിങ്ങളിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഈ രീതിയിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, ഇത് വളരെ ഒരു ഫിസിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ മാത്രമാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് പറ്റണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓണസ്റ്റ് ആയിരിക്കുക, ട്രൂത്ത്ഫുൾ ആയിരിക്കുക. ഓക്കെ, ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ മറക്കാൻ 100 കള്ളങ്ങൾ പറയേണ്ടി വരും. പിന്നെ അത് കീപ്പപ്പ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒരു നല്ല അപ്രോച്ചും അല്ല. ഓക്കെ, ഞാൻ ഒട്ടും അതിനോട് ഇതാക്കില്ല. എന്തിന്റെ പേരിലാണെങ്കിലും സത്യം പറയുമ്പോൾ അപ്പോഴത്തെ അൺകംഫർട്ടബിൾ എനർജി ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശരിയായിക്കോളും. പക്ഷെ കള്ളങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് അറിയുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് അത് ഹ്യൂജ് ആണ്. ഓക്കെ, അത് പിന്നെ ഒരിക്കലും റിക്കവർ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പെർഫെക്റ്റ് ആക്കുമ്പോൾ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, ഒരുപാട് എൻഡിങ്സ്, ഓക്കെ, ന്യൂ ബിഗിനിങ്സ്, റീ അറേഞ്ച്മെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആണ്, സെക്യൂരിറ്റി ആണ്, ബാലൻസ് ആണ്, ഹാർമോണിയസ് ആയിട്ടുള്ള ലൈഫാണ്. അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എത്തുന്നതിന്, ആ ഒരു അലൈൻമെന്റിലേക്ക് എത്തുന്നതിന്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ ലൈഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നതിന്, അതായത് നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് എത്തുന്നതിന് ഈ പറഞ്ഞ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസസ്. ഇനിയും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഓക്കെ, കുറച്ചധികം ക്ലൂസ് കിട്ടിയിട്ട് ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, ഞാൻ പോസ് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ 26 എന്നുള്ള നമ്പർ ആയിരുന്നു. അപ്പം അങ്ങനത്തെ റിപ്പീറ്റഡ് നമ്പേഴ്സ്, എസ്പെഷ്യലി ഇതുപോലെ 26 പോലെ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ് കേട്ടോ. ചിങ്ങം രാശി, നിങ്ങൾ ജനിച്ചത് ചിങ്ങം രാശിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൂര്യാക് സൈൻ സൺ മൂൺ റൈസിംഗ് ഏതെങ്കിലും ഒന്ന് ചിങ്ങം രാശിയായിരിക്കാം. നിങ്ങളുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര, അനിഴം, അശ്വതി, ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജനിച്ച ദിവസം എന്ന് പറയുന്നത് 2, 7, അതായത് ജനന തീയതി എന്ന് പറയുന്നത് 2, 7, 10, 13, 25. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്നുകിൽ കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ മീനമാസത്തിലോ ആയിരിക്കാം ജനിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ഈ റീഡിങ് ചെയ്യുന്നതും നിങ്ങൾ കാണുന്നതും മീനമാസത്തിലാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ നമുക്ക് അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, പേരിൻ്റെ ആദ്യ അക്ഷരം, അതായത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിൻ്റെ ഒക്കെ ആദ്യ അക്ഷരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഈ അക്ഷരങ്ങൾ ഉണ്ടാകാം. ഢ, ഇ, ഉ, ട, ഢ, ഹ, ധ, ഭ അല്ലെങ്കിൽ ഫ. പലരും പല രീതിയിലാണ് ഈ ഒരു ഇതിനെ പറയുക. ചിലർ ഭ എന്നാണ് പറയുക, ചിലർ ഫ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മലയാളത്തിലുള്ള ലെറ്റേഴ്സ് കിട്ടുമ്പോൾ നിങ്ങളുടെ പേരുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ആദ്യം മലയാളത്തിൽ എഴുതി വെക്കുക. ഓക്കെ, നിങ്ങൾ ഫുൾ നെയിം മലയാളത്തിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഏതൊക്കെ അക്ഷരങ്ങളാണ് അതിൽ വരുന്നതെന്നുള്ളത്. ഓക്കെ, അത് ചിന്തിക്കാൻ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി, ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, ഇതാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഒന്നിൽ കൂടുതൽ ക്ലൂസ് റെസനേറ്റ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഈ റീഡിംഗ് നിങ്ങളുടെ ആവാതിരിക്കുന്നില്ല. അല്ല, ഇനി ഈ ക്ലൂസ് ഒന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നില്ല, പക്ഷെ മെസ്സേജസ് എല്ലാം കംപ്ലീറ്റ്ലി റെസനേറ്റിംഗ് ആണെങ്കിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ക്ലൂസ് ഒക്കെ സെക്കൻഡറി ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യേണ്ടതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.